ഓക്കെ. ഞാൻ എന്തായാലും ഇന്നലെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഇന്നലെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റം GPTs എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ലൈക്ക് കസ്റ്റം GPT ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അതായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ ആയിരുന്നു ഇന്നലെ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു ഐഡിയ ചെയ്യാം. വേറെ ആർക്കെങ്കിലും അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒന്നെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ബാച്ച് കമ്മിങ് ഡേയ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഒന്നെങ്കിൽ അതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്താക്കാം ഒരു സെപ്പറേറ്റ് സെഷനായിട്ട് എന്താക്കാം ഞാനത് അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ. രണ്ടുപേർക്ക് മിസ് ഓക്കെ. ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്കാണ്. ഞാനത് റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിൽ മൈക്ക് കണക്ട് ചെയ്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ലാപ്പ് ഡിസ്കണക്ട് ചെയ്ത ടൈമിന് ഐ തിങ്ക് അവിടെ ഓപ്ഷൻ ഇതായി പോയിട്ടുണ്ടായിരുന്നു. മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. സോ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കിയപ്പോൾ ആണത് മനസ്സിലായത്. സോ സോറി ഫോർ ദാറ്റ്. ഞാൻ എന്തായാലും അതിനുള്ള ഒന്നെങ്കിൽ ഞാൻ എന്താക്കുക അടുത്തൊരു സെഷൻ എടുത്തു തരാം, അല്ലാണ്ടെങ്കിൽ നെക്സ്റ്റ് ബാച്ചിൻ്റെ റെക്കോർഡിങ്സ് ഓർ റെക്കോർഡഡ് സെഷൻ ഞാൻ എന്തായാലും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ. യെസ്. ക്ലിയർ അല്ലേ? വേറെ ആർക്കെങ്കിലും അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? മറ്റു ബാക്കി റെക്കോർഡ്സ് ഒന്നും കുഴപ്പമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ഐ തിങ്ക് ഇന്നലത്തെ മാത്രമാണ് തോന്നുന്നില്ലേ പ്രോബ്ലം? ആണോ? ഓൾമോസ്റ്റ് എല്ലാവരും ഇന്നലത്തെ സെഷനിൽ ഉണ്ടായിരുന്നു. അറൗണ്ട് 25 ലൈവിൽ ഉണ്ടായിരുന്നു. കുറച്ച് പേരായിരിക്കും മിക്കവാറും കയറാത്തത് ഉണ്ടാവുക. ഓക്കെ. യെസ്. സോ ബാക്കിയുള്ളവർക്കൊക്കെ ക്ലിയർ ആണോ? ആരെങ്കിലും ChatGPT പ്ലസ് യെസ്. യൂസ് ചെയ്യുന്നവരുണ്ടായിരുന്നോ ഇതിൽ? മുജീബ്ക്ക യൂസ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഇന്നലെ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല മേ ബി. ഇല്ല, ഇന്നലെ ടൈം കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് ഓക്കെ. വന്നുള്ളൂ, ഓക്കെ. ഓക്കെ. എത്തിയുള്ളൂ വീട്ടിൽ. ഓക്കെ. നോ പ്രോബ്ലം. ഓക്കെ. സോ ഞാൻ എന്തായാലും എന്താക്കാം അത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോയാലോ? ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേ ടൂൾസ് ഞാൻ ലാസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തില്ലേ? ഇല്ല. ഓക്കെ. സോ ഞാൻ ലിങ്ക് അതിൻ്റെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ നിങ്ങൾ? ഞാൻ എന്തായാലും ഇന്ന് അതിൻ്റെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ. സോ ചാറ്റ് ബോട്ട്സുകൾ നിങ്ങൾക്ക് എന്ത് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വർക്കൗട്ട് അല്ലാത്ത ടൈമിലായാലും വർക്ക് ചെയ്യാനുള്ള ടൂൾസിൻ്റെ ലിസ്റ്റ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ടൂൾസ് എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ChatGPT ഉണ്ട്, ജെമിനൈ ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, ലീചാറ്റ് ഉണ്ട്, ആൻഡ് അതേപോലെ തന്നെ പെർപ്ലെക്സിറ്റി ഉണ്ട്, ആൻഡ് പിന്നെ ഏതൊക്കെയായിരുന്നു? ഗ്രോക്ക് ഉണ്ട്, പിന്നെ കീ ഏതാ? കീ വെച്ചിട്ടുണ്ട്. കീ കിമി. യെസ്. വെച്ചിട്ടുണ്ട്. കിമി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ചാറ്റ് ബോട്ടുകൾ നമ്മൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചാറ്റ് ബോട്ടുകൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, സെഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് എന്താക്കാം അതിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ. നമ്മൾ ഇന്ന് നെക്സ്റ്റ് ഇനി പോകാൻ പോകുന്ന ടോപ്പിക്, ഞാൻ ഇനി കൂടുതൽ ചാറ്റ് ബോട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്ത് പോകണ്ടല്ലോ, ബാക്കിയുള്ളതിലേക്ക് കൂടി കയറുന്നതല്ലേ ബെറ്റർ. കുറേ അതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ ഐ തിങ്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ ഇനി ബാക്കി നിങ്ങൾ എന്താക്കുക, ട്രൈ ഔട്ട് ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എറേഴ്സോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം ഗ്രൂപ്പിൽ ചോദിക്കാം. ഗ്രൂപ്പിൽ നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട, അപ്ഡേറ്റ് ചെയ്യുന്നതിനോ ചോദ്യം ചോദിക്കുന്നതിനോ. ഓക്കെ. ഞാൻ ഇന്ന് ഒരു വീഡിയോ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നോ? ഒരു ChatGPTയുടെ വീഡിയോ. ആരെങ്കിലും നോട്ടീസ് ക്വസ്റ്റ്യൻ. ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ്. നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. കണ്ടായിരുന്നു. ഓക്കെ. ഞാനൊരു നമ്പർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. 1 മിനിറ്റ്. ഷോപ്പിംഗ് റിലേറ്റഡ്. യെസ്. ഞാനൊരു നമ്പർ നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്മളുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഞാൻ 2 ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. ഓക്കെ. ഞാൻ എന്താക്കിയിട്ടുണ്ട്, നമ്പർ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് മുതൽ നിങ്ങൾക്ക് ChatGPT നിങ്ങളുടെ വാട്സപ്പിലും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സോട് കൂടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ChatGPT വാട്സപ്പിൽ വന്നിട്ട് കുറേ കാലമായി, പക്ഷേ അത്ര അപ്ഡേറ്റഡ് വേർഷൻസ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ബാക്ക് എൻഡ് കുറേ പഴയ ഡാറ്റാസ് ഒക്കെ ആയിരുന്നു
എന്താക്കിയിട്ടുണ്ടായിരുന്നത് ചാറ്റ് ജി പി ടിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എന്താക്കിയിട്ടുണ്ട് അത് അപ്ഡേറ്റഡ് വേർഷൻസിലേക്ക് പോയിട്ടുണ്ട്. സോ നമ്മളുടെ ചാറ്റ് ജി പി ടി അക്കൗണ്ടുമായിട്ട് എന്താക്കാൻ വേണ്ടി പറ്റും ഇന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇന്ന് എനിക്ക് എന്താക്കാൻ വേണ്ടി പറ്റും എനിക്കൊരു ചാറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നേരെ ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് തന്നെ എന്താക്കാം എനിക്ക് ചാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ എനിക്ക് ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റി എന്താക്കിയിട്ടുണ്ട് വന്നിട്ടുണ്ട്. സോ അതിൽ തന്നെ എൻ്റെ പെയ്ഡ് വേർഷൻ എനിക്ക് ഡയറക്റ്റ്ലി എൻ്റെ വാട്സപ്പ് ത്രൂവും എനിക്ക് ആക്സസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എന്തായാലും ഞാൻ അതിലേക്കൊന്ന് വരാം. ഓക്കേ. നമുക്ക് സ്ക്രീന് കാണുന്നുണ്ടാവില്ല അല്ലേ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീന് വിസിബിൾ അല്ലേ? ഓക്കെ. സോ നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ അല്ലേ? യെസ്. സോ ഞാനിത് ഓൾറെഡി മുന്നേ ഞാൻ കുറേ ചാറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ യെസ് ഐ തിങ്ക് 2024 ഡിസംബർ കഴിഞ്ഞ ഡിസംബറിൽ മുതലേ ഞാൻ ഓൾറെഡി ചാറ്റ് ജി പി ടി എന്താക്കുന്നുണ്ട് വാട്സപ്പ് ത്രൂ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത്ര അപ്ഡേറ്റഡ് അല്ലായിരുന്നു എന്താക്കിയിട്ടുണ്ടായിരുന്നത് ചാറ്റ് ജി പി ടിയിലേക്ക് വരുന്ന ടൈമിന്. ലൈക്ക് ഒരു നോർമൽ സാധനങ്ങൾ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജനുവരി 2022 ഡാറ്റാസ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കറണ്ട് ഡാറ്റാസിലേക്കൊന്നുള്ള ആക്സസ് ഒരുപക്ഷെ ഇല്ലായിരുന്നു. സോ ഞാൻ ഇന്ന് മുതലാണ് പിന്നെ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് വാട്സപ്പിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ചാറ്റ് ചെയ്തു. സോ അന്നപ്പോൾ തന്നെ എനിക്ക് എന്താക്കിയിട്ടുണ്ട് വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മോർ ടുഡേ എന്ന് കൊടുത്തു. അതേപോലെ തന്നെ എൻ്റെ ചാറ്റ് ജി പി ടിയെ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാറ്റ് ജി പി ടി എനിക്ക് എന്താക്കാൻ വേണ്ടി പറ്റി വാട്സപ്പിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തു. സോ ഞാനിത് ക്ലിക്ക് ചെയ്തോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ ചാറ്റ് ജി പി ടി എന്താക്കി സോ യെസ് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ ചാറ്റ് ജി പി ടി ആയിട്ട് എനിക്ക് എന്താക്കാൻ വേണ്ടി പറ്റി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. സോ ഇപ്പം ഞാൻ എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ ചാറ്റ് ജി പി ടിയിലുള്ള മെമ്മറീസ് അപ്ഡേറ്റഡ് ആണ്. സോ ആ മെമ്മറി വെച്ചിട്ടായിരിക്കും എനിക്ക് ഇവിടെ റെസ്പോൺസ് തരുന്നുണ്ടാവുക. സോ ഞാൻ കറണ്ട് AI അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് എന്താക്കി ആ കാര്യങ്ങൾ തന്നു. ആൻഡ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈറ്റേഷൻസും കാര്യങ്ങളൊക്കെ തന്നുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് എന്നെക്കുറിച്ച് ഞാൻ ചോദിച്ചു ഹൂ ഈസ് അൻസാർ നോട്ട്. സോ എൻ്റെ ഫുൾ ഡാറ്റാസ് എടുത്തിട്ട് എന്താക്കിയിട്ടുണ്ട് തന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ് എടുത്തത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ തന്നെ ചാറ്റ് ജി പി ടിയുടെ സോഴ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഞാൻ ലിങ്ക്ഡിൻ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്താക്കിയിട്ടുണ്ട് ലിങ്ക്ഡിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ അറിയോ ചോദിച്ചപ്പോൾ മലയാളത്തിൽ അത് എന്താക്കിയിട്ടുണ്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിലും അടിപൊളിയായിട്ട് റെസ്പോൺസ് ചാറ്റ് ജി പി ടിയിൽ നിന്ന് തരുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ മറ്റൊരു അടിപൊളി ഫീച്ചറാണ് വോയിസ് കൊടുത്തിട്ടും എനിക്ക് എന്താക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് റെസ്പോൺസ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്താക്കിയാൽ മതി എനിക്കൊരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ അതിനുള്ള റെസ്പോൺസും ചാറ്റ് ജി പി ടിക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ കിട്ടും. ജസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മലയാളത്തിൽ വോയിസ് ചോദിച്ചാലും അത് ആൻസർ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജിൽ ചോദിച്ചാലും റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി പെടുകയാണെങ്കിൽ ട്രാൻസ്ലേഷനൊക്കെ വേണമെങ്കിൽ എന്താക്കാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ അതിൻ്റെ ലൈക്ക് അതിനെ തിരിച്ച് വോയിസ് മോഡുലേഷനിൽ ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പം ഇപ്പം അതിനുള്ള അഡാപ്റ്റ് അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ലയെന്ന് പറഞ്ഞു. സോ എന്താ ഞാൻ എൻ്റെ കുറേ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ടെസ്റ്റ് ഔട്ട് ചെയ്തായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ഐ തിങ്ക് ഇപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 5 ഡേയ്സിലും അറൗണ്ട് 5 അപ്ഡേറ്റ്സോളം ചാറ്റ് ജി പി ടിയിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലേ? കറക്റ്റ് അല്ലേ? ചാറ്റ് ജി പി ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 5 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് തന്നെ അറൗണ്ട് 5+ അപ്ഡേറ്റ്സ് ചാറ്റ് ജി പി ടിയിൽ വന്നിട്ടുണ്ട്. റെഡി അല്ലേ? റെഡിയാണോ? യെസ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പം തന്നെ? ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഡേയ്സ് ചാറ്റ് ജി പി ടിയുടെ ബാക്കിൽ പോയിട്ടുള്ളതെന്നും ഓൾറെഡി നിങ്ങൾക്ക് എന്താക്കി ആ ഫൗണ്ടേഷൻ ഞാൻ നിങ്ങളെന്താക്കി ക്ലിയർ ചെയ്ത് തന്നു. ഇത്രയും ഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അത്രയും ബേസ് മുതൽ ഓരോ സെറ്റിങ്സിൻ്റെയും എടുത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആരും ഷെയർ ചെയ്ത് തരുന്നുണ്ടാവില്ല. അത് മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ കാരണം അതാണ്. സോ അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ പെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും സോ നിങ്ങൾക്ക് യാതൊരു വിധ ഡൗട്ട്സും അത് ത്രൂ ഉണ്ടാവാൻ പാടില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താക്കിയത് ഫുൾ സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബേസ് മുതൽ എന്താക്കിയത് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇന്നെന്താക്കുക ഞാൻ വാട്സപ്പിൻ്റെ നമ്പർ അയച്ചിട്ടുണ്ട്. സോ അത് ത്രൂ എല്ലാവരും ഒന്ന് എന്താക്കുക ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. റെഡി അല്ലേ? ജസ്റ്റ് എന്താക്കിയാൽ മതി വോയിസ് രീതിയിൽ അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇതിൽ വോയിസ് രീതിയിൽ വെക്കാവോ എന്ന് നോക്കാം.
ഞാനിവിടെ കൊടുത്ത വോയിസുകൾ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ചാറ്റ്. ഓക്കെ, ഞാനൊരു അഡ്വാൻസ് സാധനം വർക്കൗട്ട് ആവുമെന്ന് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു. ഡിസൈനിങ്ങും സാധനം അല്ലെങ്കിൽ പോസ്റ്റർ രീതിയിലൊന്നും റെസ്പോൺസ് ഇപ്പോൾ തരുന്നില്ല. ടെക്സ്റ്റ് രീതിയിൽ മാത്രമാണ് എന്താക്കിയുള്ളത് ഇപ്പം റെസ്പോൺസ് തരുന്നുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് വേൾഡിൽ നടന്നിട്ടുണ്ടായിരുന്ന ന്യൂസുകൾ എന്തൊക്കെയാണ്? മൈക്ക് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്നറിയില്ല, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം റെസ്പോൺസ് തരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഡാറ്റ ഇൻ്റർനെറ്റിൽ എടുക്കാനുള്ള ഒരു ടൈം എടുക്കുന്നുണ്ട്. അതിന് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് വേൾഡിൽ നടന്നിട്ടുണ്ടായിരുന്ന ന്യൂസുകൾ എന്തൊക്കെയാണ്? ഓക്കെ, വരുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, അത് ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷേ ലാംഗ്വേജ് കന്നഡ ആയിട്ടാണ് അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇൻ മലയാളം കണ്ടില്ലേ, ജസ്റ്റ് വോയിസ് മാത്രമായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ വോയിസ് ത്രൂ തന്നെ നമുക്ക് എന്താക്കി റെസ്പോൺസ് തന്നു. ഇനി ആരെങ്കിലും ഗൂഗിളിൽ പോയിട്ടോ മറ്റോ ഒക്കെ സെർച്ച് ചെയ്യോ? ഇല്ല. അത്രയും സിംപ്ലിഫൈ ചെയ്ത് നമ്മളുടെ കൈകളിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? ChatGPT. ഓക്കെ, സോ ഇതൊക്കെ ഒരു AI ഏജന്റിക് കാലഘട്ടത്തിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AI കഴിഞ്ഞു, ഇനി AGIന്റെ കാലഘട്ടമാണ്. സോ AGIയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സോ അത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്താക്കാം, ഇതിനെ കാണാൻ വേണ്ടി പറ്റും. എനിക്കിപ്പോൾ ഷോപ്പ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ എന്താക്കാം, ChatGPT ത്രൂ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് എന്താക്കുക, എല്ലാവരും ഒന്ന് വാച്ച് ത്രൂ ചെയ്താൽ മാത്രം മതി. ഓക്കെ, മലയാളം AGI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. അതായത് ഒരു സ്പെസിഫിക് ടാസ്കിന് അപ്പുറത്തായിട്ട് നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഉള്ളതാണ് AGI എന്ന് പറയുന്നത്. അത് ഞാനൊരു ടാസ്ക് കൊടുത്തു, ഞാൻ പറയുകയാണ് എനിക്കൊരു ഷൂ ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചാറ്റ് കൊടുത്താൽ മതി. എനിക്ക് അഡിഡാസിൻ്റെ എൻ്റെ 9 സൈസാണ്, സോ എനിക്ക് പറ്റുന്ന ഒരു ഷൂസ് ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പോയി ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ഫുൾ കാര്യങ്ങൾ എന്താക്കും, അഡ്രസ്സ് കൊടുത്ത് പ്ലേസ് ഓർഡർ വരെ അത് ചെയ്യും. സോ അവസാനം നമുക്ക് എന്താക്കും, പ്രോഡക്റ്റ് വീട്ടിലെത്തും. ആ ഒരു പ്രോസസ്സ് മൊത്തമായിട്ട് എന്താക്കാൻ വേണ്ടി പറ്റും, അതിന് ഡയറക്റ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് AI ഏജൻറ്റുകൾ എന്നുള്ളത്. സോ ഞാൻ മലയാളത്തിൽ ചോദിച്ചപ്പോൾ യെസ്, പാകിസ്ഥാനിൽ അതിശക്തമായ ചൂട്, പാകിസ്ഥാനിൽ താപനില എത്രയാണ്? സോ കാനഡ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിച്ചു. കാനഡ വൻകിട വാഹന ഓക്കെ, 11 പേര് മരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാലാവധിക്കുള്ള ആദ്യ 100 ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രണ്ടാമത്തെ ഭരണാധികാരിയും സോ ന്യൂസ് സാധനങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇന്റർനെറ്റ് പോയി തപ്പാണെങ്കിൽ അത്രയും ടൈം ഞാൻ എന്താക്കേണ്ടി വരായിരുന്നു, വേസ്റ്റ് ചെയ്യേണ്ടായിരുന്നു, വേണ്ടേ? സോ സാധനങ്ങളൊക്കെ ഇപ്പം നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നുള്ള നമ്മളുടെ വാട്സപ്പിലേക്ക് എന്താക്കി, ഇതിനെ പ്രൊവൈഡ് ചെയ്തു. സോ ഇനി പെട്ടെന്ന് ഒരു ഡൗട്ട്സ് വരികയാണെങ്കിൽ എന്താക്കണം, ChatGPT തന്നെ ഓപ്പൺ ആക്കണമെന്നില്ല. വെറും വാട്സപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്തിട്ട് റെസ്പോൺസുകൾ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ഡൗട്ടായില്ലേ ആ, ഭായി, യാ. ഞാൻ ആ ചാറ്റ് ബോട്ട് ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ട് ഞാനപ്പോ എന്നെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചിട്ട് താങ്കളെ പറ്റി ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് വന്നത്. ഇത് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അപ്പൊ ഇത്? അതായത് ഒന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ എന്താവണം, ഇന്റർനെറ്റിൽ അവൈലബിൾ ആയാലാണ് എന്താക്കാം അത് റെസ്പോൺസ് തരുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ഈ പെയ്ഡ് ChatGPT ആയിട്ട് ഇത് ലിങ്ക് ആവണ്ട, അങ്ങനെ ആക്കാൻ പറ്റുമോ? ഒന്ന് ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് വരും കണക്ട് ചെയ്യാനുള്ള, അത് ആ, കൊടുത്തിട്ട് കണക്ട് ചെയ്തോ? ഇല്ല, ഞാനത് ഓപ്പൺ ചെയ്ത് സേവ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തത്. കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഓൾറെഡി? ഇപ്പൊ കണക്ട് ചെയ്തതാണ്. ഇപ്പൊ ഞാൻ ലിങ്ക് ഒന്ന് അയച്ചു, ടൈം നമ്പർ എടുക്കും അയച്ചു. അതൊന്ന് ചാറ്റിലേക്ക് എന്താകാൻ വേണ്ടിയിട്ട്, അപ്ഡേറ്റ് ആവാൻ വേണ്ടി. അത് ഫുള്ളി റോൾ ഔട്ട് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ടാണ് എന്താക്കുക, അത് ഫുള്ളി റോൾ ഔട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പം അതൊരു ബീറ്റാ സ്റ്റേജിലാണുള്ളത്. 1 ഓക്കെ, വീക്കിൻ്റെ ഉള്ളിലാണ്
അത് ഫുള്ളി എന്താക്കുക റോൾ ഔട്ട് ചെയ്ത് അപ്ഡേറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കണമെങ്കിൽ ഒരു 1 വീക്ക് ടൈം അവർ പറയുന്നുണ്ട്. ഒരു എറർ അപ്പൊ നമ്മ അഡീഷണൽ ഡാറ്റ ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, മറ്റേ എടുത്തോളൂ. ആ അതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വരും. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്. സോ ക്ലിയർ ആണല്ലോ ബാക്കിയുള്ളവർ? സോ അത്രയും അപ്ഡേറ്റ്സ് ആണ് ഓരോ ദിവസവും എന്ന് പറഞ്ഞോളെ ChatGPT-യിലായാലും അല്ലെങ്കിൽ AI വേൾഡിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്ന ChatGPT-യിലെ എല്ലാ അപ്ഡേറ്റ്സും എന്താക്കിയിട്ടുണ്ട്, ഞാൻ തന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഫിഫയിലെ മറ്റൊക്കെ നമ്മളുടെ ഇവന്റിൽ മുന്നേ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം അന്ന് പറഞ്ഞൊരു കാര്യമായിരിക്കില്ല ഒരുപക്ഷെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പറയുമ്പോൾ ഉണ്ടാവാം. അത്രയും മാറ്റങ്ങൾ അപ്ഡേറ്റ്സ് എന്താവുന്നുണ്ട് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ബാക്ക് ടു നമ്മളുടെ ടൂളിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ChatGPT ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇന്നും എന്തെങ്കിലും വേറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നുള്ള ഏരിയ എന്ന് പറയുന്നത്, സോ നമ്മളൊക്കെ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലോ. ക്രിയേറ്റ് ചെയ്യാറുണ്ടാവും. എത്ര ടൈം എടുക്കാറുണ്ട്? ഞാൻ ഒരു പ്രസൻറ്റേഷൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പേജുള്ള പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈം വേണ്ടി വരും? ഇതിൽ ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് ഉണ്ട്, സോ മറ്റ് ബിസിനസ്സുകാരുണ്ട്, എല്ലാ ഇതിലും വരുന്നവരുണ്ട്. സോ എല്ലാവർക്കും 45 മിനിറ്റ്സ് 1 ഹവർ. അതായത് ഒരു 10 പേജുള്ള പ്രസൻറ്റേഷൻസ് ചെയ്യണം. അതിനുള്ള ഡിസൈനിങ് ചെയ്യണം, കോണ്ടന്റ്സ് ഡിസൈൻ ചെയ്യണം, കോണ്ടന്റ് എടുക്കണം, അത് ഡിസൈൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ഒരു PPT ആക്കിയിട്ട് അയക്കണം. 10 പേജാണ് ചെയ്യേണ്ടത്. എത്ര ടൈം വേണ്ടി വരും? 1 ഹവർ വേണ്ടി വരും, 30 മിനിറ്റ്സ് വേണ്ടി വരും, മേ ബി 2 ഹവർ വേണ്ടി വരും. ഇതിൽ ഡിഗ്രി സ്റ്റുഡൻസ് ഉണ്ടല്ലോ. എത്ര പേരുണ്ടായിരുന്നു ഡിഗ്രി സ്റ്റുഡൻസ്? ഡിഗ്രി സ്റ്റുഡൻസ് ആരൊക്കെ ആയിരുന്നുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, ഡിഗ്രി സ്റ്റുഡൻസ് ആരൊക്കെ ആയിരുന്നു? ജസ്റ്റ് പ്ലീസ് റെസ്പോണ്ട്. ആരൊക്കെ ആയിരുന്നു? യെസ്, റഷ, യെസ്. ഡിഗ്രി കഴിഞ്ഞു. റിസാൻ, യെസ്. ഫഹദ്, റന, മിർന. ഓക്കെ, നിങ്ങൾക്ക് എത്ര ടൈം എടുക്കാറുണ്ട് ഒരു പ്രസൻറ്റേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഷാദിയ, യെസ്. ഡിഗ്രി സ്റ്റുഡൻസ് നിങ്ങൾ ഏത് ഇയർ ആണ് ആൻഡ് അതേപോലെ തന്നെ ഏത് ടോപ്പിക്കാണ് പഠിക്കുന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്തേ. ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്നും ഓൺ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ? സ്ഥിരമായിട്ട് ഓൺ ചെയ്യുന്ന 3-4 പേരാണ് എനിക്ക് എപ്പോഴും ഇപ്പോൾ പരിചയമായിട്ടുള്ള 4 പേര്. ബാക്കിയുള്ളവർ ഓൺ ചെയ്യൂല? ഓക്കെ, യെസ്. പുതിയ മുഖോടി വന്നിട്ടില്ല. ഓക്കെ, സോ ഏതാണ് നിങ്ങൾ പഠിക്കുന്നുള്ള സബ്ജക്റ്റ്? ഞാൻ എത്ര ടൈം എടുക്കാറുണ്ട്? നിങ്ങൾക്ക് കോളേജിലൊരു ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫസർ, ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കാറുണ്ട് നിങ്ങൾക്ക് ആ പ്രസൻറ്റേഷൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്? ഇതിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷുവർ, നോ പ്രോബ്ലം. ഓക്കെ, 3rd year CS ആണ്. ഓക്കെ, എത്ര ടൈം എടുക്കാറുണ്ട് പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 10 പേജുള്ള? ഫഹദ് എത്ര ടൈം എടുക്കാറുണ്ട്? ഫഹദ് എത്ര ടൈം എടുക്കാറുണ്ട്? ഓൺലൈനിലുണ്ടോ? മൈക്ക് ഓപ്പൺ ചെയ്യാം. മോർ ദാൻ 2 hours എടുക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഫഹദ് റെസ്പോൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റന ഫസ്റ്റ് ഇയർ BCom ആണ്, 1 hour എടുക്കാറുണ്ട്. ഓക്കെ, മിർന ഓൺലൈനിലല്ലേ? പോയോ? എത്ര ടൈം എടുക്കാറുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ? യെസ്, 1 hour, 2 hour, 3 hour പല രീതിയിലായിരിക്കും എന്താക്കുക അവരുടെ എടുക്കുന്നുണ്ടാവുക. ഞാൻ ലാസ്റ്റ് ഒരു സെഷനിൽ എടുത്ത ടൈമിൽ ഞാൻ ചോദിച്ചു എത്ര ടൈം എടുക്കും എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്കൊരു 1 വീക്കൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു 2 days ഒക്കെ എന്താക്കേണ്ടി വരും, മിനിമം വേണ്ടി വരും. ഡിസൈൻ ചെയ്തിട്ട് ചിലപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടാവില്ല, സിസ്റ്റം ഉണ്ടാവില്ല, അതിൻ്റെ പ്രശ്നംസ് ഉണ്ടാകാറുണ്ട്, അങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാറുണ്ട്. സോ ഫ്യൂ ഡേയ്സ് എടുത്തിട്ടാണ് ഒരുപക്ഷെ എന്താക്കാറുള്ളത് പലരും ചെയ്യാറുള്ളത്. ഒരു റിയാലിറ്റിയാണ് അല്ലേ? നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരുമ്പം നമ്മൾ ഒരുപാട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നത് കാണാറുള്ളതാണ്. ആൻഡ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം ടീച്ചേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് എന്ത്? പ്രസൻറ്റേഷൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. സോ ഒരു പക്ഷേ നമ്മൾ ക്ലാസ്സിൽ ചിലപ്പം അവസാനമൊക്കെ ആയിരിക്കും നമുക്ക് ഇതേപോലത്തെ അറിയുന്നുണ്ടാവാം. സോ ഇന്ന് മുതൽ നമുക്ക് എങ്ങനെ AI-യുടെ സഹായത്തോട് കൂടിയിട്ട് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മളുടെ പ്രസൻറ്റേഷൻസ് അതും അടിപൊളിയാക്കി കിട്ടുന്ന സാധനം ഡിസൈൻ ചെയ്യാമെന്നുള്ളത് നമുക്ക് എന്താക്കാം, നോക്കാം. റെഡി അല്ലേ? എക്സ്പീരിയൻസ് ആയിരുന്നു?
ടൈം മാനേജ്മെന്റിനനുസരിച്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. സോ ഞാനിവിടെ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പോവാണ്. എൻ്റെ കയ്യിൽ ടോപ്പിക് മാത്രമാണുള്ളത്. എൻ്റെ കയ്യിലുള്ള ടോപ്പിക് എന്ന് പറയുന്നത് AI ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡ് എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ 2050. ഓക്കെ. 2050ൽ എഡ്യൂക്കേഷൻ ഫീൽഡ് എത്രയിലാണെന്നുള്ളതാണ് എൻ്റെ ഒരു ടോപ്പിക് എനിക്ക് എൻ്റെ ടീച്ചർ തന്നിട്ടുണ്ടായിരുന്ന റിസർച്ചിങ് ടോപ്പിക് എന്ന് വിചാരിക്കാം. സോ എൻ്റെ കയ്യിൽ എനിക്കിനി അതിനെ ഞാൻ എന്താക്കണം, റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യണം. എനിക്ക് അതിനുള്ള ടൈമില്ല. എനിക്ക് ആകെ കുറച്ച് ടൈം മാത്രമേ എന്തുള്ളൂ, പ്രസൻറ്റേഷൻ ആക്കാനുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്കിൽ ഓടാനുള്ള ടൈമൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ എന്താക്കാൻ പോവാണ്, ഫാസ്റ്റ് ആയിട്ട് ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ പോവാണ്. എനിക്ക് ഫുൾ കാര്യങ്ങളൊന്നും നോക്കിയിരിക്കാനുള്ള ടൈം എൻ്റെ കയ്യിലില്ല. മിനിമം ഒരു 10 പേജാണ് എന്നോട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ഞാൻ എന്താക്കണം, ChatGPT പോയിട്ട് റിസർച്ച് ചെയ്യണം, അല്ലെ ഗൂഗിളിൽ പോയിട്ട് ചെയ്തെടുക്കണം. സോ ആ ഒരു ടോപ്പിക് ഞാൻ വെറുതെ ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ എന്താക്കിയിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ ആകെ കൊടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ ടോപ്പിക് മാത്രമാണ്. സോ ആ ടോപ്പിക് ഓൾറെഡി എന്താക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ പ്രസൻറ്റേഷൻ ചെയ്ത് കഴിയാനായി. ഓക്കെ. വിത്ത് ഡിസൈൻ ഉണ്ട്, വിത്ത് ഇമേജ് ഉണ്ട്, വിത്ത് കളർ കോംബോ ആൻഡ് പാരഗ്രാഫ്, ടേബിള്, കോണ്ടൻസ്, എന്തൊക്കെ സാധനങ്ങൾ ഒരു ഡിസൈനിൽ വേണോ, ഒരു പ്രസൻറ്റേഷനിൽ വേണോ, അത് ഫുള്ളി ഇൻക്ലൂഡഡ് ആയിട്ടാണ്, അപ്ഡേറ്റഡ് വേർഷൻ ആണ് നമുക്ക് എന്താക്കിയിട്ടുള്ളത്, ഒരു പ്രസൻറ്റേഷൻ ആക്കിയിട്ട് തന്നിട്ടുള്ളത്. ഈവൻ നമ്മൾ 2 ഹവർ അല്ലെ 3 ഹവർ 1 ഹവർ ഒക്കെ ടൈം എടുത്ത് ചെയ്യുന്ന സാധനം വിത്തിൻ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ഞാൻ എന്താക്കി, കിട്ടി, ചെയ്ത്. വെറുതെ കുറേ ടൈം വേസ്റ്റ് ആയി. യെസ്. 2, 3 മണിക്കൂർ 4 മണിക്കൂർ എടുത്ത് ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സാധനം വിത്തിൻ 1 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ 1 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടോ, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. അതിൻ്റെ മുന്നായിട്ട് എന്താക്കിയിട്ടുണ്ട്, വിത്ത് ഇത് ഓൾ ഫ്രീ ആണ്. ഇതിൽ എന്ത് എഡിറ്റും എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. വിത്ത് ഫ്രീ ആയിട്ട് ചെയ്തെടുത്തുള്ള പ്രസൻറ്റേഷൻ ആണ്. എനിക്ക് ഇവിടെ ഡയറക്റ്റ്ലി എന്താക്കാം, ഇത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാണ്. പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഇൻ എക്കോ സിസ്റ്റം, അഡാപ്റ്റീവ് ലേണിംഗ് ആൻഡ് പ്ലാറ്റ്ഫോം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുണ്ട് വിത്ത് ഇമേജ്. ആ ഇമേജിൻ്റെ ഒക്കെ ക്വാളിറ്റി നോക്കി, ഒരുപക്ഷെ നമ്മൾ ഇൻ്റർനെറ്റിൽ പോയി തപ്പി പിടിച്ചാൽ പോലും ഇതുപോലത്തെ ഇമേജ് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ആൻഡ് വിത്ത് അത് പോയിന്റ് സിസ്റ്റം ആക്കിയിട്ടുണ്ട്. സോ എയ്ഡഡ് അസസ്മെന്റ് ആൻഡ് ഫീഡ്ബാക്ക്. ഇതേപോലത്തെ ഒരു ഇമേജ് കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടുമോ, കിട്ടുന്നുണ്ടാവോ? അത്രയും ടൈം സേവ് ചെയ്താൽ പോലും, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്താൽ പോലും ഒരുപക്ഷെ നമുക്ക് എന്താക്കിണ്ടാവില്ല, നടക്കുന്നുണ്ടാവില്ല. ഇല്ലാലോ. യെസ്. ഇവിടെ എന്താക്കിയിട്ടുണ്ട്, വിത്ത് ലൈക്ക് ഇവിടെ കണ്ടില്ലേ, നമുക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ് സിസ്റ്റം ആക്കിയിട്ടുണ്ട്. സോ പോയിന്റ് സിസ്റ്റം ആക്കേണ്ട അടുത്തുള്ള ഇമോജസ് ആയാലും സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. സോ അടിപൊളിയാക്കി ചെയ്തിട്ടില്ലേ, തന്നിട്ടുണ്ടോ? യെസ്. ഇവിടെ 10 പേജുള്ള സാധനം എന്താക്കി എനിക്ക് ചെയ്ത് തന്നു. എങ്ങനെയുണ്ട് പ്രസന്റേഷൻ? എങ്ങനെയുണ്ട് പ്രസന്റേഷൻ? കമന്റ് ചെയ്തേ. ടൈം വേസ്റ്റ് ആയോ ഇത്രയും കാലം നിങ്ങളുടെ? കമന്റ് ചെയ്തേ. യെസ്. ഫാന്റാസ്റ്റിക്. യെസ്. യെസ്. ഇത്രയും ടൈം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബാക്കി എത്ര റീൽസ് കാണായിരുന്നു അല്ലേ, അല്ലെങ്കിൽ എത്ര ഇത് കാണായിരുന്നു, ഷോർട്സ് കാണായിരുന്നു, അല്ല എത്ര ഫിലിം കാണായിരുന്നു അല്ലേ? ആ ടൈം സാധനങ്ങൾ മൊത്തമാണ് നമ്മൾ 2-3 മണിക്കൂർ ഇരുന്ന് കാഞ്ഞ് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അതും നമ്മൾ എത്ര ചെയ്താലും ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഈ AI ചെയ്തിരുന്നതിൻ്റെ ഒരു 1% പോലും നമുക്ക് ഒരുപക്ഷെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്ത ഇത്രയും അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവും, നേരെ ഒരുപക്ഷെ ഗൂഗിൾ സ്ലൈഡിൽ പോവും, അല്ലെങ്കിൽ നേരെ പോയിട്ട് എന്താക്കും, മൈക്രോസോഫ്റ്റിൻ്റെ പ്രസൻറ്റേഷൻസ് ഉണ്ടല്ലോ, സോ വേർഡിൽ പോയിട്ട് ചെയ്യും. അല്ലെങ്കിൽ അത് ത്രൂ ആയിരിക്കും നമ്മൾ ചെയ്യണ്ടാവും. സോ അവിടെ പോയിട്ട് നമ്മളൊരു നോർമൽ ടെക്സ്റ്റ് സാധനങ്ങൾ കൊടുത്തിട്ട് എന്താക്കും, ചെയ്യും. പക്ഷെ അത് കൊണ്ടുപോയി ക്ലാസ്സിലിട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ പോലും ഒരുപക്ഷെ ഒരാളും പോയി ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ കണ്ട ആ വിഷ്വൽ പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അടിപൊളിയാക്കിയിട്ട് എന്താക്കിയിട്ടുള്ളത്, ചെയ്ത് തന്നിട്ടുള്ളത് അല്ലേ? യെസ്. സോ ഈ സാധനങ്ങളിൽ മൊത്തം എന്ത് എഡിറ്റ്സ് വരുത്തണമെങ്കിലും എനിക്ക് എന്താണ് പോസിബിൾ ആണ്. സോ ഞാൻ ലൈക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ എനിക്കിനി ഒരു ആകെ 2 ലൈനിൽ മാത്രമേ റെസ്പോൺസ് ഉള്ളൂ. എനിക്കത് ഒന്നുകൂടി എക്സാജറേറ്റ് ചെയ്ത് കുറച്ചുകൂടി കോണ്ടന്റ് കിട്ടണം, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താക്കണം, കോണ്ടന്റ് കിട്ടണം. ഞാൻ എന്താ ചെയ്യേണ്ടാവുക, ഒന്നെങ്കിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്താൽ,
അല്ലാന്നുണ്ടെങ്കിൽ ChatGPT പോയിട്ട് എനിക്ക് എന്താക്കാം, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. 2 ഓപ്ഷനല്ലേ ഉള്ളത്, അല്ലേ? നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുന്നുണ്ടാവുക? എനിക്ക് ഇവിടേക്ക് 2 ലൈനുള്ള ഒരു മിനിമം ഒരു 5 അല്ലെങ്കിൽ 6 ലൈനാക്കി മാറ്റണം. എന്താ ചെയ്യുന്നുണ്ടാവുക നമ്മൾ? കമന്റ് ചെയ്ത എല്ലാവരും ജസ്റ്റ് കമന്റ്. എന്താ ചെയ്യുക? എവിടെ ബാക്കിയുള്ളവർ വേഗം. യെസ്, ഒന്നെങ്കിൽ നമ്മൾ എന്താക്കും, ടൈപ്പ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ChatGPT പോയിട്ട് നമ്മൾ എന്താക്കും, ടൈപ്പ് ചെയ്ത് കയറ്റും. ടൈപ്പ് ചെയ്ത് കയറ്റണമെങ്കിൽ നമ്മൾ എന്താക്കണം, ആദ്യം ഇതിനെക്കുറിച്ച് പഠിക്കണം, വായിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ആ ഗ്രാമർ റെഡിയാക്കിയ സെന്റൻസ് മൊത്തം നമ്മൾ എന്താക്കേണ്ടി വരും, മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്താക്കും, കോപ്പി പേസ്റ്റ് ചെയ്ത് ChatGPT ത്രൂ ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ കണ്ടോ, എൻ്റെ കൈകൾ അവിടെ തന്നെ ഉണ്ട്. ഞാൻ വേറെ ഒരു പ്ലാറ്റ്ഫോമിലേക്കും പോയിട്ടില്ല. ഒരൊറ്റയടിക്ക് എന്താക്കിയിട്ടുണ്ട്, എനിക്ക് വേണ്ട കോണ്ടൻസ് മൊത്തം ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്ത് എടുത്തു. സോ ഇവിടെയും ആകെ കുറച്ച് ലൈൻസേ ഉള്ളൂ. കുറച്ചൊരു സ്പേസ് ഉണ്ട്, ഒന്നുകൂടി അടിപൊളിയായിക്കോട്ടെ അല്ലേ? യെസ്, എങ്ങനെയുണ്ട്? സോ ആ ഗ്യാപ്പും ഫില്ലപ്പ് ചെയ്തു. ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിവൺ ആരെങ്കിലും ശ്രദ്ധിച്ചോ? എന്താ ചെയ്തത്? പ്ലസ് ഐക്കൺ വന്ന അവിടെ ആരോ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. വേറെ ആരാ കണ്ട്? വേറെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ? പ്ലസ് അവിടെ കൊടുത്തു. യെസ്, നമ്മൾ ChatGPT സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് അത്രയും യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെ ChatGPT നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്താക്കാം, അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ജസ്റ്റ് ഒരു 3 പ്ലസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും, ഇവിടുത്തെ ബാക്കി കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി ഈ ഗാമ തന്നെ പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ടൂള് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. സോ ഞാൻ ആകെ ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് എന്താക്കി, 3 പ്ലസ് കൊടുത്തു. സോ 3 പ്ലസ് കൊടുക്കുന്നതോട് കൂടി തന്നെ ഈ ടൂൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഒന്നുകൂടി ലാർജ് ആയിട്ട് ഡിസൈൻ ചെയ്ത് തരും. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ChatGPT പ്ലസ് ആണോ ഇത് ചെയ്യാൻ? അല്ല, നോ, ഇത് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഞാൻ ഇതിന്റെ ഇനി ബേസ് മുതലുള്ള കാര്യങ്ങളിലേക്ക് എന്തൊക്കെ വരാം, എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ എന്താക്കാം, ഷെയർ ചെയ്ത് തരാം. ഞാൻ ആദ്യം ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ കമന്റിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അത് ത്രൂ നിങ്ങൾക്ക് എന്താക്കാം, ആക്സസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ടീം മെമ്പർ ജസ്റ്റ് ഒന്ന് അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ആരെങ്കിലും. നമ്മുടെ ടീം മെമ്പേഴ്സ് ഷാദിയ റഷ ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഇതേ ഇൻ്റർഫേസിലേക്ക് വരുന്ന ടൈമിന് നിങ്ങൾ ഫസ്റ്റിൽ ലോഗിൻ ചെയ്യുന്ന ടൈമിന് നിങ്ങൾക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക അറൗണ്ട് 600 ക്രെഡിറ്റ്സ് ആണ്. അതായത് നമുക്ക് 600 ക്രെഡിറ്റ്സ് ആണ്, 600 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ഈ ടൂൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നുണ്ടാവുക. അതിൽ നമുക്ക് അറൗണ്ട് ഒരു 5-10 പ്രസൻറ്റേഷൻസ് ആണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. പക്ഷെ എൻ്റെ ഇവിടെ നോക്കുമ്പോൾ അറൗണ്ട് 31,222 ക്രെഡിറ്റ്സ് എന്തുണ്ട്, എൻ്റെ അടുത്ത് അവൈലബിൾ ഉണ്ട്. പക്ഷെ ഞാൻ ഈ ക്രെഡിറ്റ്സ് ഒന്നും പൈസ കൊടുത്ത് വാങ്ങിയതല്ല. എനിക്ക് 600 ക്രെഡിറ്റ്സ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താക്കണം, പെയ്ഡ് കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ഇവിടെ ഉള്ളത് എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. ഇവിടെ പെയ്ഡ് എടുക്കുന്ന ടൈമിന് നമുക്ക് വരുന്നുള്ളത് അറൗണ്ട് ഇയർലി ആണെങ്കിൽ $8 ഓർ അതർവൈസ് അല്ലാണ്ടെങ്കിൽ ഓൺലി വർക്ക് സ്പേസ് അഡ്മിൻസ് ക്യാൻ അപ്ഗ്രേഡ്. ഓക്കെ, സോ അതർവൈസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് $10 ആണ്, അല്ലെ $20 പെർ മന്ത് എന്നുള്ള രീതിയിൽ എന്താണ്, 2 ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ വരുന്നുള്ളത്. സോ ഇയർലി പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോ നമുക്ക് ഇവിടെ വരുന്നുള്ളത് ഈ 2 ഇതായിരിക്കും. 20 സ്ലൈഡ്സ് വരെ മാക്സിമം ചെയ്യാൻ വേണ്ടി പറ്റുക. ഫ്രീ വേർഷനിൽ നമുക്ക് 10 സ്ലൈഡാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അൺലിമിറ്റഡ് AI സിറ്റുവേഷൻ ആൻഡ് അഡ്വാൻസ്ഡ് AI ഇമേജ് ജനറേഷൻസിന് മേഡ് വിത്ത് ഗ്യാമ എന്നുള്ള ബാഡ്ജ് ഉണ്ടാവില്ല. ആൻഡ് 50,000 ടോക്കൺസ് ആണ് നമുക്കതിൽ കിട്ടുന്നുണ്ടാവും. അങ്ങനത്തെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് എന്തെന്നുള്ളത് ഇതിൽ വരുന്നുള്ളത്. സോ പെയ്ഡിലേക്ക് വരുമ്പോൾ സോ ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം ചെയ്തിട്ടുള്ളത് പെയ്ഡ് എടുക്കാതെ ഫ്രീ ആയിട്ടാണ്. നിങ്ങൾ പ്രീമിയം എടുക്കേണ്ട ആവശ്യം ഇല്ല. ക്രെഡിറ്റ്സ് തീർന്നു കഴിഞ്ഞാലും ക്രെഡിറ്റ്സ് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവുക. ഇവിടെ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ എന്താക്കാം, കാണാൻ വേണ്ടി പറ്റും. സോ ക്രിയേറ്റ്
ഗാമയിലല്ലേ ചെയ്തത്? യെസ്, ഗാമയിലാണ് നമ്മൾ ടൂൾ ചെയ്യുന്നുള്ളത്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൂളിന്റെ പേരാണ് ഗാമ എന്നുള്ളത്. സോ അത് ഓപ്പൺ ചെയ്ത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇമ്പോർട്ട് ഫയൽ URL എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഞാനിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് അല്ലെങ്കിൽ ഈ 3 എണ്ണത്തിന്റെ അല്ലെങ്കിൽ 3 ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ 3 ഓപ്ഷൻസിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് ഓൾറെഡി ഒരു ടെക്സ്റ്റ് ഓഫ് കോണ്ടന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ കയ്യിൽ അസൈൻമെന്റ് ചെയ്യാനുള്ള കോണ്ടന്റ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് എന്താക്കാം, നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് എന്താക്കാം, ഡയറക്റ്റ്ലി ഒരു പ്രസന്റേഷൻ ആക്കിയിട്ട് ഇവിടുന്ന് മാറ്റാൻ വേണ്ടി പറ്റും. ഇഫ് നമ്മളെ പോലത്തെ സിനാരിയോയിൽ വരുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ പഠിക്കാൻ ബാക്കിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിലല്ല എനിക്കറിയാം, നിങ്ങൾ അടിപൊളിയാണ്, അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഞാനൊക്കെ എന്താ ചെയ്യാറുള്ളത്, ക്ലാസ്സിൽ കയറാത്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ക്ലാസ് കയറി അല്ലെങ്കിൽ ക്ലാസ്സിൽ എത്തുമ്പോൾ ആയിരിക്കും അറിയാം ഇന്ന് പ്രസന്റേഷൻ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സെഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രസന്റേഷൻസ് ഒന്നും റെഡി ആയിട്ടുണ്ടാവില്ല. ക്ലാസ് കയറും, ടീച്ചർ പേര് വിളിക്കുന്ന ടൈമിലായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. നേരെ മുന്നിൽ പോവും, ടോപ്പിക് എടുക്കും, നേരെ ChatGPT ഓർ ഗാമയിൽ ഇട്ട് കൊടുക്കും. സ്പോട്ടിൽ 1 മിനിറ്റ് കൊണ്ട് പ്രസന്റേഷൻ ആയി, നേരെ അവിടെ കൊണ്ടുപോയിട്ട് സ്ക്രീനിലിടും. പിന്നെ ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് ആ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് പിന്നെ അധികം ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരെ എടുത്തിടും. പിന്നെ ബാക്കി നമ്മൾ അടിച്ചു പൊളിക്കും. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 1-2 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രസന്റേഷൻ സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവൻ നമ്മളൊരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്, സോ നമുക്ക് പ്രസന്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താക്കാം, ഇത്ര ടൈം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ബാക്കിയുള്ള ടൈം നമുക്ക് ബാക്കി നമ്മൾ റിസർച്ചിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്താക്കാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ പേസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ChatGPT ത്രൂ അല്ലെങ്കിൽ ഞാൻ ഓൺ ജനറേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എനിക്ക് എന്താക്കാം, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇഫ് അതല്ല എൻ്റെ കയ്യിൽ ടോപ്പിക് മാത്രമേ ഉള്ളൂ എന്ന സിനാരിയോ വരുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ. 1 മിനിറ്റ്. ഓക്കെ, ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളത് നമ്മുടെ കയ്യിൽ ടോപ്പിക് മാത്രമേ ഉള്ളൂ എന്നുള്ള സമയത്താണ് നമുക്ക് എന്താക്കാം, ഈ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവാം. ആൻഡ് അടുത്തൊരു ഓപ്ഷൻ ആണ് ഇമ്പോർട്ട് ഫയൽ ഓർ URL എന്നുള്ളത്. സോ എൻഹാൻസ്ഡ് എക്സിസ്റ്റിംഗ് ഡോക്സ് പ്രസന്റേഷൻ ഓർ വെബ് പേജ് എന്നുള്ളത്. സോ അതായത് എൻ്റെ കയ്യിലൊരു ഡോക്യുമെന്റ് ഫയൽ ഉണ്ട് ഓൾറെഡി, അല്ലെങ്കിൽ ഒരു PDF ഉണ്ട്. സോ ആ PDF കൊടുത്തിട്ട് എനിക്ക് അതിൽ നിന്നൊരു പ്രസന്റേഷൻ ഉണ്ടാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താക്കാം, ഇമ്പോർട്ട് ഫയൽ ഓർ URL എന്നുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ലിങ്ക് മാത്രമാണുള്ളത്, സോ ഒരു ഇന്റർനെറ്റിൽ ഒരു ലിങ്ക് ഉണ്ട്, സോ അത് വെച്ചിട്ട് എനിക്ക് പ്രസന്റേഷൻ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഈ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ തന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സോ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാം. പ്രസന്റേഷൻ ഉണ്ട്, വെബ് പേജ് ഉണ്ട്, ഡോക്യുമെന്റ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്. നമ്മൾ ഇതിലൂടെ തന്നെ പ്രസന്റേഷൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം, ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം, ആൻഡ് സോഷ്യൽ മീഡിയയിലേക്കുള്ള ഡിസൈൻസ് വരെ നമുക്ക് എന്താക്കാം, ഈ ഒരൊറ്റ ടൂൾ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രസന്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 10 സ്ലൈഡ് ആണ് എന്തുള്ളത്, നമുക്ക് ഫ്രീ വേർഷനിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ പെയ്ഡിലേക്ക് വരുമ്പം അല്ലെങ്കിൽ പ്രോയിലേക്ക് വരുമ്പോൾ അറൗണ്ട് 50 സ്ലൈഡ്സ് വരെയൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഇവിടെ ആയിട്ട് നമുക്ക് എന്താക്കാം, പേജിന്റെ സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഇവിടെ ഡിഫോൾട്ട് ഉണ്ട്, ട്രഡീഷണൽ ഉണ്ട്, ടോൾ ഉണ്ട്. 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്, അത് അതിന്റെ ടെക്സ്റ്റ് കൊടുക്കുന്ന സൈസിനനുസരിച്ച് ഉണ്ടാവും, അഡ്ജസ്റ്റബിൾ ചെയ്തിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. ആൻഡ് ഇത് ട്രഡീഷണൽ ആണ്, 19:16 എന്നുള്ള അല്ലെങ്കിൽ 16:9 എന്നുള്ള റേഷ്യോയിലാണ് ഇത് വർക്ക് ആവുണ്ടാവുക. നമ്മൾ സ്ക്രീനിന്റെ സൈസ് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു സ്ക്രീനിന്റെ സൈസാണ് ആ ഒരു ഇതും വരുന്നത്. നമ്മൾ യൂട്യൂബ് തമ്പനയിൽ അതിനൊക്കെ യൂസ് ചെയ്യുന്ന സൈസാണ് എന്തുള്ളത്, 19:16 എന്നുള്ളത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ കമ്പനിയിലും മറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സൈസാണത്. അതിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താക്കാം, അതിലെടുക്കാം. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ടാൾ കൊടുക്കാം. ഷോർട്ട് ആയിരിക്കും, ചെറുതായിട്ടുള്ള സ്ക്വയർ രീതിയിലുള്ള, നമുക്ക് മൊബൈൽ അല്ലെങ്കിൽ അങ്ങനത്തെ വെബ്സൈറ്റ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നതാണ്. 4.3 എന്നുള്ള റേഷ്യോയിലുള്ളത് നമുക്ക് എന്താക്കാം, എടുക്കാം. ഞാനിവിടെ ട്രഡീഷണൽ തന്നെ എടുത്തു. ദെൻ അതിനുശേഷം എനിക്ക് എന്തുണ്ട്, ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് മലയാളമാണോ, മലയാളം ടീച്ചർ ഉണ്ടെങ്കിൽ മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്യാം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി എടുക്കാം, അറബി ആണെങ്കിൽ അറബി എടുക്കാം. അങ്ങനെ തൊട്ടുള്ള എല്ലാ ലാംഗ്വേജിലും നമുക്ക് എന്താക്കാം, ഇവിടെ പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് എന്താണ്, അവൈലബിൾ ആണ്. സോ ഇവിടെ ആയിട്ട് എക്സാമ്പിൾ പ്രോംപ്റ്റ് ലൈക്ക് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്താക്കാം, അത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, അല്ലാണ്ടെങ്കിൽ ഡിസ്ക്രൈബ് വാട്ട് യു
ലൈക്ക് ടു മേക്ക്. സോ നമ്മളുടെ ടോപ്പിക് എന്താക്കാം, നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലൈക്ക് നിങ്ങൾ ഒരു എക്സാമ്പിൾ ഒരു ടോപ്പിക് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക് വെച്ചിട്ട് ഇവിടെ ഒരു പ്രസന്റേഷൻ ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, സോ ആരാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ, നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് എന്താക്കാം, കമന്റ് ചെയ്യാം. നമ്മൾ അത് വെച്ചിട്ട് ഇവിടെ ഒരു പ്രസന്റേഷൻസ് ചെയ്യും. യു ക്യാൻ ആർക്കും ഷെയർ ചെയ്യാം, എനിവൺ, ആർക്ക് ഷെയർ ചെയ്താലും നോ പ്രോബ്ലം. ആരാ ഷെയർ ചെയ്യാനുള്ളത്? ഡിസൈനിങ്. ഓക്കെ, ഒരു ടോപ്പിക് ഷെയർ ചെയ്യും. ജസ്റ്റ് ഒരു ഡിസൈനിങ് അപ്പുറത്തായിട്ട് ഒരു കംപ്ലീറ്റ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഡിസൈനേഴ്സിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ വരെ എന്താക്കാം, ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഒരു ലോഗോ പ്രസന്റേഷൻസ് ചെയ്യാം, അങ്ങനെ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ലൈക്ക് ചാൻസസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ മലബാർ. ഓക്കെ, നൈസ്. ഞാനിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബാക്ക് ഞാൻ പേസ്റ്റ് ചെയ്തു. സോ 10 സ്ലൈഡാണ് വേണ്ടത്, ഇംഗ്ലീഷിലാണ് വേണ്ടത്, എനിക്ക് പ്രസൻറ്റേഷൻ ആണ് വേണ്ടത്. ഞാൻ എന്താക്കി, ജനറേറ്റ് ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ജനറേറ്റ് ഔട്ട്ലൈൻ കൊടുക്കുന്ന ടൈമിൽ ഇവിടെ എന്താക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എനിക്ക് എന്താക്കി ഇവിടെ തന്നിട്ടുണ്ട്. ആ 10 സ്ലൈഡും അതിൻ്റെ ബാക്കി റെഫറൻസ് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് തന്നിട്ടുണ്ട്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ മലബാർ ആൻഡ് ഓവർവ്യൂ, introducing the PSG India and the objective, focusing on Malabar region, historical context and current status, and understanding the PSG. History of PSG. PSG means the public distribution system. Okay, അതിൻ്റെ ഷോർട്ട് ഫോം ആണല്ലേ. അത് ഓട്ടോമാറ്റിക്കലി ഇതന്നെ ഡിറ്റക്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, ആ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് PSG in India, origin, WW rotation and PSG covers 80 millions in India, Malabar region, above introduction, historical context, PSG in Malabar എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ കൺക്ലൂഷൻ വരെയുള്ള കാര്യങ്ങൾ ഇവിടെ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു. സോ ദെൻ മുകളിലായിട്ട് എനിക്ക് ഇനി പേജ് മാറ്റം ഉണ്ടെങ്കിൽ മാറ്റം വരുത്താം, ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ഇവിടേക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് എന്താക്കാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ അതിൽ അപ്ഡേറ്റ്സ് ഒന്നും വരുത്തുന്നില്ല. ഇഫ് അഥവാ എനിക്ക് എന്താക്കണം, ഇവിടെ ഒരു പേജ് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ കോണ്ടന്റ് എനിക്ക് വേണ്ട. ഞാൻ എന്താക്കാം, ഈ കോണ്ടന്റ് ഡിലീറ്റ് ചെയ്തു. ആ കോണ്ടന്റ് എന്താണ്, എനിക്ക് വേണ്ട എന്നുള്ളതാണ്. സോ അതെന്താക്കാം, എനിക്ക് അവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഞാനത് എന്താക്കിയിട്ടുണ്ട്, അവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് അഥവാ ഇനിയിപ്പോൾ പേജ് സ്ലൈഡൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനും എന്താണ്, നമുക്കിവിടെ മൂവ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അടുത്ത ബെസ്റ്റ് ഓഫ് ദ പാർട്ടാണ്. സോ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൗണ്ട് 100 ഓഫ് ഡിസൈൻസ് നമുക്ക് എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഈ കാണുന്നതൊക്കെ എന്താണ്, 100 ഓഫ് ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നുള്ളത്. സോ നിങ്ങൾക്ക് ഓരോ ടൈമിനും എന്താക്കാം, ഓരോ സെപ്പറേറ്റ് ഡിസൈൻസ് നിങ്ങൾക്ക് എന്താക്കാം, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു പക്ഷേ നിങ്ങളിവിടെ ഡിഗ്രി സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ആരായാലും നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു 1% ആയിട്ടുള്ള നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് എന്താക്കിയിട്ടുള്ളത്, നോളജ് അക്വയർ ചെയ്തിട്ടുള്ളൂ. സോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, തിളങ്ങി നിൽക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ മാത്രമാണ് എന്താക്കിയിട്ടുള്ളത്, ഇതിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് എന്താക്കാം, ഇപ്പം ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് ഗ്രീൻ റിലേറ്റഡ് ആണെങ്കിൽ ആ ഒരു ഗ്രീൻ കളർ നിങ്ങൾക്ക് കൊടുക്കാം. ആൻഡ് മറ്റ് ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് കൊടുക്കാം. അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് കളർ ഡിസൈൻസും എന്താക്കാം, ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ ഗ്രീൻ സെലക്ട് ചെയ്തു. സോ അതിനുശേഷം എനിക്ക് എന്താക്കാം, ആൻഡ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കോണ്ടന്റ് എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ബ്രീഫ് മതിയോ, മീഡിയം ആണോ, ഡീറ്റെയിൽ വേണോ, അതായത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ആൻസേഴ്സ് ബ്രീഫായിട്ട് വേണോ അല്ലെങ്കിൽ എന്താക്കണം, മീഡിയത്തിൽ മതിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള റെസ്പോൺസ് വേണോ എന്നുള്ളതാണ്. സോ അവിടെ നിന്ന് എന്താക്കാം, എനിക്ക് സെലക്ട് ചെയ്യാം. മീഡിയം മതി അല്ലെങ്കിൽ ബ്രീഫ് മതി ഉണ്ടെങ്കിൽ കുറച്ച് ചെറിയൊരു ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് തരും. മീഡിയത്തിലാണെങ്കിൽ എന്താ പറയുക, ഷോർട്ട് പാരഗ്രാഫ് ആയിട്ട് കൺസൈസ് പാരഗ്രാഫ് ആയിട്ടായിരിക്കും തരുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഡീറ്റെയിൽ പാരഗ്രാഫ് ആയിട്ടായിരിക്കും എന്താക്കുക ഇവിടെ തരുന്നുണ്ടാവുക. സോ ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എന്താക്കാം, സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ എന്താക്കാം, മീഡിയം സെലക്ട് ചെയ്യണം. സോ എനിക്ക് ഡീറ്റെയിൽ ആണെങ്കിൽ ഡീറ്റെയിൽ കൊടുക്കാം, മീഡിയം ആണെങ്കിൽ മീഡിയം കൊടുക്കാം. ആൻഡ് ഇമേജ് സോഴ്സ് ചോദിക്കേണ്ടത്.
അതായത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുമ്പോൾ ഞാൻ കുറേ ഇമേജസും അതിൽ ഗ്രാഫിക്കൽ സാധനങ്ങളൊക്കെ കണ്ടു. സോ അത് എവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ എനിക്കത് എന്താക്കണം? ഓട്ടോമാറ്റിക് ആയിട്ട് വേണോ, സ്റ്റോക്ക് ഇമേജ് വേണോ, വെബ് ഇമേജ് വേണോ, AI ഇമേജ് വേണോ, ഇലിസ്ട്രേഷൻസ് വേണോ, ആനിമേറ്റഡ് ഗിഫ് വേണം, ആൻഡ് ഇമേജ് പ്ലേസ് ഹോൾഡേഴ്സ് ആണോ, ആൻഡ് ഡോണ്ട് ഇമേജ് ആഡ്. സോ ഇമേജ് ഇല്ലാത്ത രീതിയിലാണോ വേണ്ടതെന്നുള്ളത് ചോദിക്കാം. സോ ഇമേജ് പ്ലേസ് ഹോൾഡേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താക്കാം, നമ്മുടെ കസ്റ്റം ഇമേജസ് കാര്യങ്ങൾ എന്താക്കാം, അവിടേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ അഡ്വാൻസ്ഡ് മോഡൽ ഉണ്ട്. സോ അഡ്വാൻസ് മോഡലിലേക്ക് വരുന്ന ടൈമിന് നമുക്ക് ഇവിടെ ആയിട്ട് ഓപ്ഷൻസ് കാണാം. ഫ്രീ ഫോമും ഉണ്ട് ആൻഡ് കാർഡ് ബൈ കാർഡും ഉണ്ട്. സോ 2 ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാർഡിൽ ഏതൊക്കെ വേണ്ടതെന്നുള്ളത് എന്താക്കാം, നമുക്ക് ഇവിടെയും ഡിസൈൻ ചെയ്യാം. ഫ്രീ ഫോം ആണെങ്കിൽ സോ ടോട്ടൽ ടെക്സ്റ്റ് കൊടുത്തിട്ട് അതെന്താക്കും, ഡെൻ സ്ലൈഡിലേക്ക് മാറ്റുന്നുണ്ടാവും. സോ ഇവിടെ ആയിട്ട് അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം. ആൻഡ് ഇവിടെ ആയിട്ട് ടെക്സ്റ്റ് കോണ്ടന്റ് ഏത് രീതിയിലാണ്, ജനറേറ്റ് ആണോ, കൺസൈസ് ആണോ, പേഴ്സീവ് ആണോ, അതെന്താക്കാം കൊടുക്കാം. റൈറ്റ് ഫോർ ആർക്കാണ് എന്നുള്ളത് നമുക്ക് എന്താക്കാം കൊടുക്കാം. കോളേജ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ദ ഗ്രാജുവേറ്റ്സ്. സോ ഏത് രീതിയിൽ വേണം എന്നുള്ളത്. സോ ഇനി അടുത്തിൻ്റെ ടോൺ ഏത് രീതിയിലാണ് വേണ്ടത്, പ്രൊഫഷണൽ ആണോ, ഫോർമൽ ആണോ, ഏതാ വേണ്ടത് എന്നുള്ളത് എന്താക്കാം കൊടുക്കാം. സോ ഇമേജസിലേക്ക് വരുമ്പം ഏത് രീതിയിലുള്ള വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓട്ടോമാറ്റിക് കൊടുത്തു. സോ സ്ലൈഡ് സൈസ് ഏത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്താക്കി, അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അറൗണ്ട് 20,000-ഓളം ലെങ്ത്തിലേക്ക് ലൈക്ക് നമുക്ക് എന്താക്കാം, ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ എന്താക്കാം, ജനറേറ്റ് കൊടുക്കുകയാണ്. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഇവിടെ ആയിട്ട് ഡിസൈൻസ് ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ എടുക്കാം. അതർവൈസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഓൾറെഡി ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ജനറേറ്റ് കൊടുക്കാം. ഓക്കെ, സോ യെസ്, യെസ്, ഹൗ ഇസ് ഇറ്റ്, എങ്ങനെയുണ്ട്? നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ മലബാർ ആൻഡ് ഓവർവ്യൂ എന്നുള്ളതായിരുന്നു. സോ മലബാർ സിസ്റ്റത്തിനെ കാണിക്കുന്ന രീതിയിലുള്ള ഇമേജുകൾ എന്താക്കിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇമേജ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് VSD ഇൻ മലബാർ. സോ ഒരു ആൻഷ്യൻ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഇമേജ് എന്താക്കിയിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ മലബാർ സിസ്റ്റത്തിലേക്ക് വരുമ്പം സോ ലുലു മാൾ നമ്മൾ കാലിക്കറ്റ് ഉണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇമ്പാക്റ്റ് ഓൺ VSD ഓൺ ഫുഡ് സെക്ടറിൽ ഫുഡിലേക്ക് വരുമ്പോൾ ഫുഡിൻ്റെ വന്നിട്ടുണ്ട്. ചാലഞ്ചസ് ആൻഡ് ഇഷ്യൂസ് ഇൻ മലബാറിലേക്ക് എന്തൊക്കെയാണ് അത് വന്നിട്ടുണ്ട്. സോ കൺക്ലൂഷൻ ദ ഫ്യൂച്ചർ തന്നിട്ടുണ്ട്. കീ ടേക്ക് അവേസ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളും എന്താക്കിയിട്ടുണ്ട്, ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട്? ഇഫ് അഥവാ എനിക്ക് എന്താക്കാം, ഇനി ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താക്കാം, ഈ ഇമേജ് ഇവിടുന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇമേജ് എന്താക്കാം, എനിക്ക് ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ഇമേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതെന്താക്കി ഒരു അടിപൊളിയായ ഇമേജസിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഓക്കെ, യെസ്. സോ ആൻഡ് എനിക്ക് എന്താക്കാം, ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വിചാരിക്കാം. സോ കാർഡ് സ്റ്റൈലിംഗ് എടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് ലേഔട്ടിലേക്കോ അല്ലെങ്കിൽ ഡിസൈനിൻ്റെ ഫോർമാറ്റിലേക്കോ ഏത് രീതിയിലേക്കാണെങ്കിലും എനിക്ക് എന്താക്കാം, ഇവിടുന്ന് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഒരു പക്ഷേ നമ്മൾ എത്ര ടൈം എടുത്തായിരിക്കും ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. സോ എനിക്ക് അതിൻ്റെ കളർ കോമ്പിനേഷൻസോ സംതിങ് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താക്കാം, ബാക്ക്ഗ്രൗണ്ട്സ് സാധനങ്ങളൊക്കെ എന്താക്കാം, ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫുൾ ഹൈബ്രിഡ് കാർഡാണെങ്കിൽ സോ ആ രീതിയിലേക്ക് എന്താക്കാം, മാറ്റാൻ വേണ്ടി പറ്റും. സോ ടെക്സ്റ്റ് ഏത് ലൈക്ക് മിഡിൽ വേണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കാം. കാർഡിൻ്റെ വിഡ്ത്ത് ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളത് കൊടുക്കാം. സോ ഹെഡർ ഫേസ് കാര്യങ്ങൾ എന്താക്കാം, അത് എനിക്ക് എന്താക്കാം, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദെൻ അതേപോലെ തന്നെ എനിക്ക് ഞാൻ അവിടെ വിചാരിക്കുകയാണ് കുറച്ച് ലൈൻസ് മാത്രമേ ഉള്ളൂ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത്. ഞാൻ 3+ കൊടുത്തു. അതെന്താക്കി, കോണ്ടന്റ് അപ്ഡേറ്റ് ആയിട്ട് തന്നു. ഞാൻ അതേപോലെ തന്നെ എനിക്കിപ്പം ഇത് പറ്റിയില്ല എന്ന് വിചാരിക്കാം.
അതിന് നമുക്ക് എന്താക്കാം, അല്ലെങ്കിൽ എന്താക്കണം, എനിക്കതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ട് വിചാരിക്കുക. സോ യെസ്, കളേഴ്സ് എന്താക്കാം, ചേഞ്ച് ചെയ്യാം. ഇഫ് അഥവാ എനിക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റണം, അല്ലെങ്കിൽ ഹെഡ്ലൈൻസ് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. കളേഴ്സ് ഇതാക്കാം, ബോൾഡ് ആക്കണേ ബോൾഡ് ആക്കാം. ആൻഡ് യെസ്, ആഡ് എഡിറ്റ് ആൻഡ് ദ തീം ഫോൺസ്. സോ എനിക്ക് എന്താക്കാം, ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താക്കാം, ഇവിടെ ആയിട്ട് ഫോണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോണ്ടുകൾ എന്താക്കാം, എനിക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഡിസൈനേഴ്സിൻ്റെ ഒക്കെ ജോബ് കളിക്കാൻ വേണ്ടിയിട്ട് ഇതിനെന്താക്കാം, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സെമി ബോൾഡ് ആണോ ഏതാണോ വേണ്ടതെന്നുള്ളത് കൊടുക്കാം. ആൻഡ് അതിൻ്റെ ബോഡി ഏത് രീതിയിൽ വേണം എന്നുള്ളത് എന്താക്കാം, സെലക്ട് ചെയ്യാം. ഇന്നർ ബോഡീസുള്ള കാര്യങ്ങളൊക്കെ എന്താക്കണം, ഏത് രീതിയിൽ വേണം എന്നുള്ളത് കൊടുക്കാം. ഇനി നമുക്ക് എന്താക്കാം, നമ്മുടെ കയ്യിൽ ഒരു ഓൾറെഡി ലോഗോ ഉണ്ടെങ്കിൽ ആ ലോഗോ ഫയൽ എന്താക്കാം, ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഉള്ള നമ്മുടെ നോട്ടേൻ്റെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് അതേപോലെ തന്നെ ഡിസൈനിലേക്ക് വരുമ്പം സോ റൗണ്ട്നെസ് വേണോ കേവ് വേണോ, ആൻഡ് അതേപോലെ തന്നെ കാർഡിൻ്റെ സ്ലൈഡ് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ രീതിയിൽ വേണം എന്നുള്ളതൊക്കെ എന്താക്കാം, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയും ഡെപ്തിൽ നമുക്ക് വേറെ എവിടെന്നെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്തുണ്ടാക്കണേ തന്നെ എത്ര ടൈം എടുക്കും അല്ലേ? ഞാൻ എന്താക്കി ഇതൊക്കെ ചെയ്തിട്ട് സേവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓക്കെ, എൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഇമേജസിൻ്റെ ഷാർപ്നെസ് ഷേപ്പിംഗ് കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, അപ്ഡേറ്റ്സ് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇഫ് ഇനിയിപ്പം അതല്ലാണ്ടെങ്കിൽ എനിക്ക് എന്താക്കണം, ഈ ടെക്സ്റ്റിന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓൾറെഡി എന്തുണ്ട്, ഇതിൽ ഒരു AI സിസ്റ്റം അവൈലബിൾ ആണ്. ഇപ്പം അതല്ല, നിങ്ങൾക്ക് ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഇതിന് ലൈക്ക് പാരഗ്രാഫോ സംതിങ് നിങ്ങൾക്ക് എന്താക്കണം, അതിനൊരു സിസ്റ്റം പോയിന്റ് സിസ്റ്റത്തിലേക്ക് ആക്കണമെങ്കിലോ ടേബിൾ ആക്കണമെങ്കിലോ അതൊക്കെ നമുക്ക് എന്താക്കാം, ഇവിടുന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, യെസ്, കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് എഡിറ്റ് വിത്ത് AI എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ മോർ എക്സ്പാൻഡഡ് കോണ്ടെക്സ്റ്റ്, ലൈക്ക് ChatGPT പോലെ തന്നെ നമുക്ക് എന്താക്കാം, ലൈക്ക് ഇതിൻ്റെ ഉള്ള ഒരു AI സിസ്റ്റം അവൈലബിൾ ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഇതിൽ നിന്നുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ ടോപ്പിക് എന്താക്കാം, എടുക്കാൻ വേണ്ടി പറ്റും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഇവിടുന്ന് സെലക്ട് ചെയ്യാം. സോ ഞാൻ അത് സെലക്ട് ചെയ്തു. ഓക്കെ, സോ ഇപ്പം എന്താക്കിയിട്ടുണ്ട്, ആ രീതിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ പേര് റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ എന്താക്കാം, അതും ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം എന്താക്കിയ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട്. അതിന് ഇവിടുത്തെ കോണ്ടന്റ് എന്താക്കാം, എഡിറ്റ് വിത്ത് AI കൊടുത്തു കഴിഞ്ഞാൽ മേക്ക് ഇറ്റ് ഷോർട്ടർ കൊടുക്കാം ഞാൻ. യെസ്, അതെന്താക്കി ഒന്നൊരു ഷോർട്ട് ആക്കിയിട്ട് അത് എഴുതി തന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് എന്താണ്, ഓൾറെഡി AI ഉണ്ട്, ഫിക്സ് ഗ്രാമർ ഉണ്ട്, ഫിക്സ് സ്പെല്ലിംഗ് ഉണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതുണ്ട്, ലോങ്ങർ ഉണ്ട്, ഷോർട്ടർ ഉണ്ട്, സിംപ്ലിഫൈ ഉണ്ട്. സോ അങ്ങനെ കൊടുത്തിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഇമേജ് ആഡ് ചെയ്യാനുള്ളതും അങ്ങനെ ആയിട്ട് തുടങ്ങിയിട്ട് കുറേ ഓപ്ഷൻസ് നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ കാണാം. ഇത് ഓരോ ചെയ്യുന്നതിനും ഓരോ 5 ക്രെഡിറ്റ്സ് ആണ് ആകെ നമുക്ക് പോകുന്നുണ്ടാവുക. ഓക്കെ, സോ ട്രൈ ഔട്ട് ന്യൂ ലേ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്താക്കും, ഒരു 5 ക്രെഡിറ്റ്സ് ആയിരിക്കും പോകുന്നുണ്ടാവുക. ഞാൻ കൊടുത്തിട്ടുണ്ട്. ന്യൂ ക്രെഡിറ്റ്സ് ഓഫ് ഡിസൈൻസ് നമുക്ക് എന്താക്കാം, ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ അതിൽ നമുക്ക് വേണ്ട എന്താക്കാം, സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു. സോ ഇനി എനിക്ക് എന്തെങ്കിലും എഡിറ്റ്സോ എറേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എനിക്ക് എന്താക്കാം, ഇവിടുന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. കളേഴ്സ് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ കളർ തീം ചേഞ്ച് ചെയ്യണമെങ്കിലോ അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒരു മാനുവൽ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത് മൊത്തം നമുക്ക് എന്താക്കാം, ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ?
പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്താക്കാം ഡയറക്റ്റ്ലി ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ ലേഔട്ട്സുകളുണ്ട്, ബ്ലാങ്ക് ലേഔട്ട്സ് ഉണ്ട്. ആൻഡ് അതിൽ തന്നെ ടെംപ്ലേറ്റ്സുകളുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ വേർട്ടിക്കലിലേക്കോ ഇവിടെ ഈ ടെംപ്ലേറ്റ്സിന് എന്താക്കാം മറ്റു രീതിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താക്കാം. സോ ആ രീതിയിലേക്ക് ടെംപ്ലേറ്റ്സ് എന്താക്കാം ഇതിനെ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ ടൈപ്പ് ഓഫ് ഡിസൈൻസിലേക്കൊക്കെ നമുക്ക് എന്താക്കാം ഇതിനെ മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. സോ ഇനി വേണമെങ്കിൽ നമുക്ക് എന്താക്കാം ഇമേജുകൾ കൊടുക്കാം. ആൻഡ് അഥവാ ഇനിയിപ്പം ആനിമേഷൻ രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താക്കാം നമുക്ക് ഇവിടുന്ന് ട്രോള് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ടാക്കാം. ഒരു ഫണ്ണാക്കാനൊക്കെ നമുക്ക് എന്താക്കാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇമേജിൻ്റെ ക്വാളിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ അതുവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താക്കും ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ. ആൻഡ് ടെംപ്ലേറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം ടെംപ്ലേറ്റ്സ് ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. സോ ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് ഡിസൈൻ ടെംപ്ലേറ്റിലേക്ക് നമുക്ക് എന്താക്കും ഇവിടെ ചേഞ്ച് വരുത്തുന്നുണ്ടാവും. സോ എനിക്ക് എന്താക്കാം ആ ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് സ്മാർട്ട് ലേഔട്ട് ആണ്. ലേഔട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ ലേഔട്ട്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ആൻഡ് ബേസിക് ബ്ലോക്സിലേക്ക് വരുമ്പം ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് ആക്കാനും സോ കാര്യങ്ങൾ ടോങ്കിൾ കൊടുക്കാനും ഓരോന്ന് പറഞ്ഞതിനനുസരിച്ച് അടുത്തത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എന്താക്കാം ടോങ്കിൾ കൊടുക്കുന്ന പോലെ നമുക്ക് എന്താക്കാം ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. സോ അല്ലെങ്കിൽ ഒരു ബട്ടൺ സിസ്റ്റം കൊടുത്തിട്ട് ഓരോന്ന് പറഞ്ഞതിനനുസരിച്ച് എന്താക്കാം നമുക്ക് അടുത്തതിലേക്ക് പോവാം. അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആ കാര്യങ്ങൾ മൊത്തം നമുക്ക് എന്താക്കാം ഡിസൈൻസിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആൻഡ് ദെൻ ഇമേജസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താക്കാം ഇവിടെ ഇമേജസ് ഈ കാര്യങ്ങളൊക്കെ ഫോട്ടോഗ്രാഫിക് ഇല്ലുസ്ട്രേഷൻസും ആൻഷ്യൻ ഇമേജസും QR കോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതും അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ നമ്മളുടെ സിസ്റ്റത്തിലുണ്ട കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് എന്താക്കാം ഇവിടുന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് വീഡിയോസ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ വീഡിയോസ് എന്താക്കാം ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ലൂമിൽ റെക്കോർഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. നമുക്ക് യൂട്യൂബിൽ നിന്ന് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ തുടങ്ങിയിട്ട് വിമോന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ ആപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് എന്താക്കാം എംബെഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വെബ്സൈറ്റ് രീതിയിലൊക്കെ നമുക്ക് എന്താക്കാം ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ചാർട്ട് ഡയഗ്രാംസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഫോർ എക്സാമ്പിൾ ഒരു ചാർട്ടോ ഡയഗ്രാം ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ആ ഡയഗ്രാം ചാർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ഇവിടുന്ന് ഓരോന്ന് വരച്ചിട്ടോ ഏത് രീതിയിലേക്ക് എന്താക്കാം ഇതിനെ ചേഞ്ചസിലേക്ക് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ എന്താക്കാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഫോം ആൻഡ് ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എയർടെബിളിലേക്കോ ഫോംസിലേക്കോ ഇതിലേക്കൊക്കെ എന്താക്കാം നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ആ സാധനങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ നമുക്ക് ഗൂഗിൾ ഫോമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ എന്താക്കാം ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ടൂൾസിലേക്കൊക്കെ നമുക്ക് എന്താക്കാം ഇതിനെ ഡയറക്റ്റ്ലി ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എംബെഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓൾമോസ്റ്റ് കാര്യങ്ങളെയും കവർ ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. സോ ഇതിനെ ഇനി എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ. സോ ഞാൻ ഇപ്പം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താക്കാം ഇനി തീം ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് എന്താണ് നമുക്ക് ഇവിടെ എന്താക്കാം സ്റ്റാൻഡേർഡ് കസ്റ്റം തീംസ് യൂസ് ചെയ്തിട്ട് അതിലേക്കും എന്താക്കാം ഇതിനെ ഡിസൈൻസ് മാറ്റാൻ വേണ്ടി പറ്റും. സോ ഇവിടെ കളേഴ്സ് ഉണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. സോ അത് കളേഴ്സ് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ടൈപ്പിലേക്ക് എന്താക്കും ഇവിടെ ഡിസൈൻസ് മാറുന്നത് ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്താക്കാം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ഇവിടെ ഡിസൈൻസ് മാറുന്നതായിരിക്കും. ഓക്കെ,
ആൻഡ് അതേപോലെ തന്നെ ഇവിടെ തീം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഷെയർ എന്നുള്ളത്. ഷെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഇവിടെ വർക്ക് സ്പേസിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ അനലിറ്റിക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇഫ് ഞാൻ എന്താക്കാം, നിങ്ങൾക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്കിൽ ആരൊക്കെ എത്ര ടൈം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എന്താക്കാം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഓപ്പണിംഗ് എപ്പോഴാണ്, കാർഡ് വ്യൂസ് എത്ര ഉണ്ട്, ഏത് കാർഡിലാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ എന്താക്കാം എനിക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കാം ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഷെയറിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ദെൻ ഷെയർ എടുത്തു കഴിഞ്ഞാൽ കൊളാബറേറ്റ് നമുക്ക് എന്താക്കാം, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ രീതിയിലും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടുന്ന് മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടും ആഡ് ചെയ്യാം. ആൻഡ് ഇവിടുന്ന് എന്താക്കാം, ലിങ്ക് ത്രൂ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ലിങ്ക് ത്രൂ ഷെയർ ചെയ്യാനുണ്ടെങ്കിലും ആ ലിങ്ക് വെച്ചിട്ട് എന്താക്കാം, അവർക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള, കമാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് എന്താക്കാം പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതർവൈസ് ലിങ്ക് ഇതാക്കാം കൊടുക്കാം. ഇതൊരു പബ്ലിക് സൈറ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിനും പറ്റും. ആൻഡ് ഇവിടെ എക്സ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എക്സ്പോർട്ട് PDF ഉണ്ട്. എക്സ്പോർട്ട് PDF കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയൽ ഇതൊരു PDF ആയിട്ട് മാറ്റും, പവർ പോയിന്റ് ആയിട്ട് മാറ്റും, ഗൂഗിൾ സ്ലൈഡിലേക്ക് ഇതിനെ മാറ്റും, അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ PNG ആക്കണമെങ്കിൽ PNG, അങ്ങനെ എല്ലാ ഫോർമാറ്റിലേക്കും ഇതിനെന്താക്കി തരും, ഇത് മാറ്റി തരുന്നതായിരിക്കും. പ്രസന്റേഷൻ ഒന്ന് ഓണാക്കാം. ഓക്കെ, ഞാൻ ഇവിടെ പ്രസൻറ്റേഷനാണ് ഓണാക്കിയത്. ഓരോ പേജിലേക്ക് വരുന്നതനുസരിച്ച് നമുക്ക് എന്താക്കാം, ഇവിടെ പ്രസൻറ്റേഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടുന്ന് എന്തെങ്കിലും എഡിറ്റ്സ് വരുത്താനുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഇവിടുന്നും എഡിറ്റ്സ് വരുത്താൻ വേണ്ടി പറ്റും. ആൻഡ് PNG വേണമെങ്കിൽ PNG ആക്കാം. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ലിങ്ക്ഡിനിലേക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫോണ്ടുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് എന്താണ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ബാക്ക് ടു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഇവിടുന്ന് വന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. PDF ആണോ ഏത് രീതിയിലുമാണോ ഫയൽസ് എന്താക്കാം സെലക്ട് ചെയ്യാം. ദെൻ അടുത്ത ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെ ആയിട്ട് എംബഡ് കോഡ് അവൈലബിൾ ആണ്. ഈ കോഡ് വെച്ചിട്ട് വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്രാക്കിംഗ് സിസ്റ്റം എടുക്കാനൊക്കെ നമുക്ക് എന്താക്കാം, ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഇതിലിപ്പോ ഒരു ബഞ്ച് ഓഫ് ഇമേജസ് കൊടുത്തിട്ട് ആ ഇമേജസ് വെച്ച് കണ്ട് ഒരു 10 സ്ലൈഡ്സ് ഉണ്ടാക്കാൻ പറയാൻ പറ്റുമോ? നമ്മളെ കയ്യിലുള്ള ഒരു 10 ഫോട്ടോസ് കൊടുത്തിട്ട്. അത് നമുക്ക് ആദ്യം ഓപ്ഷൻ ഉണ്ട്, ഏത് ഇമേജ് സെലക്ട് ചെയ്യണം എന്നുള്ളടുത്ത്. അവിടെ നമുക്ക് എന്താക്കാം, ഇമേജ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ലൈക്ക് ഒരു റേഷ്യോ ലോക്ക് ചെയ്ത് കണ്ട് എല്ലാ സ്ലൈഡ്സും സെയിം റേഷ്യോയിൽ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ട്രഡീഷണൽ മാറ്റിയിട്ട് 19:16:90 എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്താൽ മതി. ഞാനിത് ട്രഡീഷണൽ എടുത്തിട്ടാണ്, നോർമൽ എടുത്തിട്ടാണ് എന്താക്കിയത് ഈ രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. ഓക്കെ, ഇവിടുന്ന് എന്താക്കാം, അല്ലാണ്ടെങ്കിൽ ഡയറക്റ്റ്ലി പ്രസന്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അതിനുണ്ടല്ലേ ഓരോ ആനിമേഷൻസ് ഒക്കെ വരുന്നുള്ളത്. നമുക്ക് എന്താക്കാം, ആ രീതിയിലും ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ ആയിട്ടും എഡിറ്റ് ഓൾ ദ കാർഡ്സ് വിത്ത് AI എന്നുള്ളതുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. വേർഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാം. യൂസ് വോയിസ് പ്രോംപ്റ്റ് കൊടുക്കാം. പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം കാണാൻ വേണ്ടി ഇവിടുന്ന് പറ്റും. സെറ്റിങ്സിൽ പോയാൽ കുറേ ഓപ്ഷൻസ് കാണാം. പേജ് സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേജിൻ്റെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ട്രഡീഷണലിലേക്ക് മാറ്റിയാൽ മതി, ഡിഫോൾട്ട് മാറ്റിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഡിസൈനിൽ അവിടെ പ്രസൻറ്റേഷൻസ് കിട്ടുന്നുണ്ടാവും.
ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ആ ഇതിലിപ്പോ ഈ ആനിമേഷൻ ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക് കൊടുത്തിട്ട് അവര് തന്നെ തന്ന ഇമേജസ് അല്ലേ? യെസ് അപ്പൊ നമുക്ക് ഇന്ന ഇമേജ് ആണ്, ഇങ്ങനത്തെ ഒരു ഇമേജ് ആണ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരുമോ? യെസ് വരും. ഇതിലെ AI അസിസ്റ്റന്റ് യൂസ് ചെയ്തിട്ടാണോ? യെസ്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്താക്കാം, ഇമേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കാം, ഓൾറെഡി ഇതിലുള്ള AI ഉണ്ടല്ലോ, സോ ഇതിനോട് എന്താക്കിയത് ഇവിടെ പറഞ്ഞാൽ മതി ലൈക്ക് ഇങ്ങനത്തെ ഇമേജ് ആണ് വേണ്ടത്. യെസ്. സോ അതെന്താക്കി തരും, അതിലേക്ക് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇമേജ് സെലക്ട് ചെയ്തിട്ട് എന്താക്കിയാൽ മതി, കൊടുത്താൽ മതി. ഓക്കെ. സോ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, എഡിറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കാം, ഇമേജ് ഇവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ ജനറേറ്റ് കാർഡ് ഉണ്ട്. ഓക്കെ, അത് എക്സ്ട്രാ കാർഡ് ആഡ് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇവിടെ എന്താക്കാം, കാർഡ് ലൈക്ക് ഏത് രീതിയിലേക്കാണ് വേണ്ടതെന്നുള്ളത് സോ ഇവിടുന്ന് പറഞ്ഞു കൊടുത്താൽ ആ രീതിയിലേക്ക് ഇതിനെ മാറ്റും. പിന്നെ ഇവിടെ തന്നെ ഇമേജ് ഫിറ്റ് ചെയ്യണമെന്നോ കുറേ ഓപ്ഷൻസ് എന്തായിരിക്കും ചോദിക്കുകയുണ്ടാവും. സോ അതൊക്കെ യൂസ് ചെയ്ത് എന്താക്കാം, ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ ഇമേജ് എന്താക്കിയിട്ടുണ്ട്, പോക്കിയിട്ടുണ്ട്. സോ ജനറേറ്റ് ഇമേജ് കൊടുത്തിട്ട് നമുക്ക് ആ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും, ഇവിടെ ആയിട്ട് എന്താക്കാം, പ്രോംപ്റ്റ് കൊടുക്കാം. സോ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്കുള്ള ഇമേജ് ജനറേറ്റ് ആവും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. യെസ്. ഇപ്പം ഞാൻ മാറ്റിയിട്ടുള്ള ഇമേജ് ആണ്. അതിലേതാണോ വേണ്ടത് എന്താക്കാം, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിഫ്ലക്റ്റ് ആവും. ഓക്കെ. യെസ്. ഓക്കെ. ദെൻ ബാക്ക് വരികയാണെങ്കിൽ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താക്കുള്ളത്, പ്രസൻറ്റേഷനിലേക്ക് ചെയ്യുമ്പോൾ വരുന്നുള്ളത്. സോ അവിടെ എന്തൊക്കെയായിരുന്നു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആരൊക്കെയോ? ഡോക്യുമെൻറ്റിലേക്ക് ആക്കുന്നത് പറയോ? ഓക്കെ. സോ അവിടെ ആയിട്ട് നമ്മൾ ഡോക്യുമെൻറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യേണ്ടത്, മുകളിൽ പോവുക, ഷെയർ കൊടുക്കുക, എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടുന്ന് പ്രസൻറ്റേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes. കമൻറ്റ് ചെയ്തേ. അൺലിമിറ്റഡ് ക്രെഡിറ്റ്സ് എങ്ങനെ കിട്ടുക അത് പറഞ്ഞില്ല. ഓക്കെ, യെസ് പറയാം. യൂസ്ഫുൾ ആണോ ടൂള്? എങ്ങനെ അൺലിമിറ്റഡ് ക്രെഡിറ്റ്സ് കിട്ടുക പറയണോ? ആണോ? പക്ഷെ നിങ്ങൾ ആരും ക്യാമറ ഓൺ ചെയ്യുന്നില്ല, ബാക്കിലാണ് എല്ലാവരും. അടുത്ത ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്താൽ ഞാൻ പറയാം. അങ്ങനെ ആക്കിയാലോ റൂള്? അല്ല എന്ന് പറയണോ? എന്ന് പറയണോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്യുന്നതിനനുസരിച്ച് പറയണോ? ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമറ ഓൺ ആക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഏതാണ്ട് എന്ന് പറയണതാ? യെസ്, അത് നല്ലൊരു ഇതാണ്. അതെ, അതല്ലേ ബെറ്റർ. ക്യാമറ ഓൺ ചെയ്ത് വരും പറയും, അതല്ലേ ബെറ്റർ. നിങ്ങൾ മാത്രം ഇവിടെ ഓൺ ആക്കി കുത്തിരിക്കുന്നതിൽ രസമില്ലാതെ. എന്താക്കണ്ടേ? ഞാൻ ഇതിൻ്റെ ബാക്കി കുറച്ച് സാധനം കൂടി ഷെയർ ചെയ്യാം. നിങ്ങൾ തീരുമാനിക്കുന്നത് ഷെയർ ചെയ്യണോ ഷെയർ ചെയ്യണ്ടേ എന്നുള്ളത്. അതെ. ഓക്കെ. സോ ഞാൻ ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇതുവരെ ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ പ്രസൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ എന്താക്കുമ്പോൾ എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇഫ് ഇനി ഞാൻ ഇപ്പം പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റുകൾ എനിക്ക് എന്താക്കാം, കൊടുക്കാൻ വേണ്ടി പറ്റും. ഓൾറെഡി ഞാൻ ChatGPT എടുത്തുള്ള ടെക്സ്റ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്താക്കാം, എനിക്കത് കൊടുത്തിട്ട് ഇവിടെ നിന്നൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഞാനത് ടെക്സ്റ്റ് അല്ല കോഡാണുള്ളത്, തൽക്കാലം അത് വെച്ച് ചെയ്യാണ്. ഞാൻ ടെക്സ്റ്റിനെ തന്നെ എന്താക്കുക, പ്രസൻറ്റേഷൻ ആക്കണോ, വെബ് പേജ് ആക്കണോ, ഡോക്യുമെൻ്റ് ആക്കണോ, അതെന്താക്കാം നമുക്ക് കൊടുക്കാം. ഞാനിവിടെ എന്താക്കുക, വെബ് പേജ് കൊടുക്കുകയാണ്. സോ വെബ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ
ഏത് രീതിയിലാണ് എന്ത് ഡീറ്റെയിൽ ആയിട്ടാണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാൻ കൊടുക്കാം. അവിടേക്കുള്ള ഇമേജ് എവിടെ വേണം, ഇവിടെ ഇമേജ് വേണോ അല്ലെങ്കിൽ കസ്റ്റം ഇമേജ് വേണോ, സോ ഇമേജിനുള്ള പ്ലേസ് ഓർഡർ മാത്രം മതിയോ നമ്മൾ കൊടുക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കാം കൊടുക്കാൻ വേണ്ടി പറ്റും. എത്ര പേജുള്ള വെബ്സൈറ്റ് ആണ് വേണ്ടത് ആ സാധനം എന്താക്കാം സെലക്ട് ചെയ്യാം. സോ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ എങ്ങനെ വേണം എന്നുള്ളത് എന്താക്കാം സെലക്ട് ചെയ്യാം. സോ നിങ്ങളുടെ ബ്രാൻഡിനനുസരിച്ചുള്ള കളർ തീംസ് നമുക്ക് എന്താക്കാം ഇവിടുന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനൊരു ബ്ലാക്ക് തീം ഫോർവേഡ് ചെയ്യാണ്. ജനറേറ്റ് കൊടുക്കാം. So upgrade your team management dashboard with Google Apps Script. Okay. സോ ഇവിടെ എന്താക്കിയിട്ടുണ്ട്, ഒരു വെബ്സൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് മിനിറ്റിൻ്റെ ഉള്ളിൽ. സോ എനിക്കത് പബ്ലിഷ് ചെയ്യാനുണ്ടെങ്കിൽ എന്താക്കാം ഇവിടുന്ന് പബ്ലിഷ് ചെയ്യാനും വേണ്ടി പറ്റും. പെട്ടെന്ന് നമുക്കൊരു ലാൻഡിങ് പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ നാടുകളിലുള്ള പ്രോഗ്രാമാണ്, ഒരു ഡാറ്റ ഷെയർ ചെയ്യാനുണ്ടെങ്കിലൊക്കെ എന്താക്കാം ഇതേപോലെ ഇവിടുന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കണ്ടില്ലേ? ഒരു പ്രസൻറ്റേഷൻ രീതിയിൽ എന്താക്കിയ ലോഗോ പ്രസൻറ്റേഷൻസോ സംതിങ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എന്താക്കാം ചെയ്യാം. നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ളതോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം ഇതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻ ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇവിടെ പിന്നെ ഒരു ലിമിറ്റേഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് മെയ്ഡ് വിത്ത് ഗാമ എന്ന് കാണിക്കുകയുണ്ടാവും. അത് ഓപ്പൺ ചെയ്യാനുള്ള ട്രിക്കും ഉണ്ട്. നേരെ ഈ പ്രസൻറ്റേഷൻ എന്താക്കുക ക്യാൻവയിൽ കൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം അവിടുന്ന് ഇത് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ എഡിറ്റ് വിത്ത് PDF എന്നുള്ള സൈറ്റുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാം ഈ ഗാമ എന്നുള്ള ഇതെന്താക്കാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എന്താക്കാം ഇത് ഫുള്ളി നമ്മൾ ജനറേറ്റ് ചെയ്ത രീതിയിലേക്ക് നമുക്കിതിനെ മാറ്റാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? സോ ഇവിടെ നമ്മൾ എന്താക്കി ഒരു വെബ്സൈറ്റ് വരെ ഇവിടുന്ന് ജനറേറ്റ് ചെയ്തു. സോ അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് എത്ര പേര് ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ബട്ടൺസ് ആഡ് ചെയ്യണമെങ്കിൽ എന്താക്കാം നിങ്ങൾക്ക് ഇവിടെ ബട്ടൺസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഒരു ലോഗോ പോലെ പ്രൊഫൈൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ എന്താക്കാം പ്രൊഫൈൽസ് കൊടുക്കാം. അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമുക്ക് എന്താക്കാം ഇതുപോലത്തെ ടൂളുകൾ യൂസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ എന്താക്കി നമുക്ക് യെസ് നോട്ട് AI.in ഓക്കെ. സോ ക്ലിക്ക് ഹിയറിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് വേണ്ട ലിങ്ക് കാര്യങ്ങളൊക്കെ എന്താക്കാം ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാം. ദെൻ പബ്ലിഷ് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സൈറ്റ് എന്തായിരിക്കും ലൈവ് ആയിട്ട് ഉണ്ടാവും. സോ ഇഫ് നമുക്കിനിപ്പോൾ ഡൊമൈൻ ഉണ്ടെങ്കിൽ ആ ഡൊമൈനിലേക്ക് നമുക്ക് എന്താക്കാം കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് പ്രൊവിഷനിൽ അവൈലബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എനിവൺ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ക്ലിയർ ആണ്. യെസ്, താങ്ക് യു. സോ ദെൻ നമുക്ക് ഇവിടെ ആയിട്ട് ഷെയർ വിത്ത് യു എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾക്ക് മെയിൽ ത്രൂ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താക്കാം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ എന്താക്കുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അതേപോലെ തന്നെ നമുക്ക് എന്താക്കാം ഇവിടെ AI ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് ഇവിടുന്ന് എന്താക്കാം ഇമേജസുകളും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ടൈം 19 അല്ലേ? ഓക്കെ, സോ
ഇവിടുന്ന് എന്താക്കാം AI ഇമേജസ് ജനറേറ്റ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം ഇവിടുന്ന് ഇമേജസും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഇമേജസ് ഒക്കെ AIയിൽ ഗാമ യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസുകൾ ആണ്. ഓക്കെ, നമുക്കിവിടെ ഫോൾഡർ വേണമെങ്കിൽ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ടെംപ്ലേറ്റ്സ് ഉണ്ട്. സോ ആ ടെംപ്ലേറ്റ്സ് ഫോളോ ചെയ്തിട്ട് ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇൻസ്പിറേഷനിൽ പോയി കഴിഞ്ഞാൽ ഓരോരുത്തർ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ വേണ്ടി പറ്റും. സോ അതെന്താക്കാം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സോ ആ രീതിയിലേക്ക് എന്താക്കാം, ഈ രീതിയിലേക്കൊക്കെ ഇതിനെന്താക്കാം ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ തീംസ് അവൈലബിൾ ആണ്. തീംസിൽ നമുക്ക് ഫോർമാറ്റുകൾ സെലക്ട് ചെയ്യാം. കസ്റ്റം ഫോൺസ് ഉണ്ട്. സോ നമ്മളുടെ ഫോണ്ടുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ദെൻ ട്രാഷ് ആണ് വരുന്നത്. സോ ട്രാഷിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. സോ ഇവിടെ സെറ്റിങ്സിൽ വരുമ്പോൾ നമുക്ക് എന്താക്കാം, നമുക്ക് ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് എന്താക്കാം ടീം മെമ്പേഴ്സിനൊക്കെ ആഡ് ചെയ്യാണ്ടുണ്ടെങ്കിൽ സോ അതുകൂടി എന്താക്കാം ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു ഡൗട്ട് വെക്കട്ടെ, Yeah. ഇതില് വാട്ടർമാർക്ക് വരുമോ ഉണ്ടാക്കിയാൽ? മെയ്ഡ് വിത്ത് ഗാമ എന്നുണ്ടാവും. അത് ഒഴിവാക്കാനാണ് ക്യാൻവയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താക്കാം അത് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ എഡിറ്റ് വിത്ത് PDF എന്നുള്ള ഏതെങ്കിലും സൈറ്റിൽ പോയിട്ട് അവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടുന്ന് എന്താക്കാം നമുക്ക് ഇമേജസുകൾ ജനറേറ്റ് ചെയ്യാം. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും എന്താക്കാം ചെയ്യാൻ വേണ്ടി പറ്റും. വെറുതെ ഒന്ന് കൊടുക്കുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. വരുമോ എന്താ വരിക നോക്കാം. അടിപൊളി. യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൊണാൾഡോ കേരളത്തിലൂടെ ബസ്സിലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു ചോദിച്ചത്. എങ്ങനെയുണ്ട്? ക്വാളിറ്റി എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട് ഇത്? സോ കേരളത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന റൊണാൾഡോ എന്ന് ജസ്റ്റ് ചുമ്മാ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കേരള ടൂറിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ എന്താക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എന്താക്കാം കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് ബാക്കി പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാവും.
ഇമേജസ് കിട്ടുന്നതിൻ്റെ കോലം, അല്ലെങ്കിൽ പ്രോംപ്റ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്താക്കുക, നമ്മൾ ബാക്കി പ്രോംപ്റ്റ് കൊടുത്തിട്ട് അടിപൊളിയാക്കുകയാണ് ചെയ്യേണ്ടത്. സോ മഞ്ഞ് വീഴുന്ന നാട്ടിലുള്ള റൊണാൾഡോ, അങ്ങനെ എന്താക്കാം, നമുക്ക് വേണ്ട രീതിയിലേക്ക് എന്താക്കാം, നമുക്ക് കൊടുക്കാം. സോ അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ബാക്കി പിന്നെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി ആണ്, നമ്മളുടെ തോട്ട് പ്രോസസ്സാണ്, നമ്മളുടെ തിങ്കിങ് ആണ്. അതിനനുസരിച്ച് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് എന്താക്കാം, ഇവിടെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, CR7 ഫാൻ എന്നല്ല, ഞാൻ ഇങ്ങനെ മൈൻഡിൽ കണ്ട പല ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ ചെയ്തതേ ഉള്ളൂ. ഫുട്ബോൾ അങ്ങനെ ഇതിലൊന്നും അധികം ഫോക്കസ് ചെയ്യാത്ത ഒരാളാണ്. അങ്ങനത്തെ ഇൻട്രസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു സ്പെഷ്യൽ വ്യക്തിയാണ്. ഓക്കെ, സോ കേരളത്തിൽ മഞ്ഞ് വീണാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു ചോദിച്ചത്. ആ രീതിയിൽ എന്താക്കിയിട്ടുണ്ട്, ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് ആണ് ഇത്. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഒരുപാട് ഓപ്ഷൻസ് അധികം ഉണ്ട് ഇതിൽ. എന്താക്കുക, ട്രൈ ഔട്ട് ചെയ്യുക, ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. സോ ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പെട്ടെന്ന് ഈ കമന്റ് ചെയ്യാം. ഓപ്ഷൻസ് ഒക്കെ ഫ്രീ വേർഷനിൽ തന്നെയാണോ? യെസ്, ഞാനിപ്പോൾ കാണിച്ച എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ടാണ് ഞാനിപ്പം ഗാമയിൽ ചെയ്തിട്ടുള്ളത്, വിത്ത് 0 കോസ്റ്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? സോ നാളേക്കുള്ള ടാസ്ക് പ്രസൻറ്റേഷൻസ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഓ നൈസ്. ഓക്കെ, AI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഗ്രേറ്റ്. നമുക്ക് എങ്ങനെ AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് എന്താക്കാം, നമുക്ക് അടുത്ത സെഷനുകളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി എങ്ങനെയാണ് അൺലിമിറ്റഡ് പ്രോംപ്റ്റ് കിട്ടാൻ, സോറി അൺലിമിറ്റഡ് ക്രെഡിറ്റ്സ് കിട്ടാന്നുള്ള അറിയണോ? ആണോ? നിങ്ങളുടെ നാളത്തെ റെസ്പോൺസ് നോക്കിയിട്ടേ ഞാൻ തരുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ ആരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വേണ്ടിയിരുന്നു ടുമാറോ. ഓക്കെ, യെസ്. ഓക്കെ, അടുത്തൊരു സിസ്റ്റം ഉണ്ട്, ലൈക്ക് ഓരോരുത്തരുടെ സിസ്റ്റത്തിലേക്കുള്ള, ലൈക്ക് നിങ്ങൾ എത്ര ടൈം ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ടൈം നിങ്ങളുടെ കണ്ണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നിങ്ങൾ ആ ക്ലാസ് റൂമിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ആൾക്കാൻ പറ്റുന്ന ഒരു ടൂൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ക്യാമറയ്ക്കുള്ള ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും, നമ്മൾ ക്യാമറ ഓൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ആ ടൈമിൽ എത്ര നേരം ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ AI യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ഇപ്പം നോക്കാൻ വേണ്ടി പറ്റും. സോ ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറക്കേണ്ടി വരും, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടില്ലേ, ആരെങ്കിലും കിടന്നുറങ്ങാണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇനി വരുന്ന ഗൂഗിൾ മീറ്റുകളിലൊക്കെ അങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ വരുന്നുണ്ടാവും. സോ അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ എന്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇപ്പം അതേപോലെ തന്നെ ക്ലാസ് റൂമുകളിൽ ഇപ്പം ക്യാമറകൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി എത്ര നേരം ഉറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, ടോപ്പിക് എത്ര നേരം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്താക്കാൻ വേണ്ടി പറ്റും, ഇന്ന് AI സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് ആൾക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ സിസ്റ്റം വരികയാണെങ്കിൽ ലൈക്ക് ഇപ്പം ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ക്യാമറ ഓൺ ചെയ്തവരുടെയൊക്കെ എന്താക്കാം, ഡാറ്റ കാണുന്നുണ്ടാവും, എത്ര നേരം അവർ ശ്രദ്ധിച്ചു, അവർ ബാക്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതോ ഒക്കെ എന്താക്കും, ഇത് അസസ്മെന്റ് ചെയ്യുന്നത് എടുക്കുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? സോ അങ്ങനെയാണ്. എന്ത് ഷെയർ ചെയ്യണ്ടാലോ? ഷെയർ ചെയ്യണോ? നാളെ എത്ര പേര് ക്യാമറ ഓൺ ചെയ്യുന്നതനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഫ്രീ ആഡ്സ് എങ്ങനെ ക്രെഡിറ്റ്സ് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ, ഷുവർ. സോ അങ്ങനെയാണ്, നമുക്ക് എന്താക്കാം, ഇന്നത്തെ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും എന്താ പരിപാടികൾ ഉണ്ടാവാറുള്ളത്? മോർണിംഗിലൊക്കെ വർക്ക് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലേൺ ചെയ്യുന്നുണ്ടോ, ട്രൈ ഔട്ടുകൾ ചെയ്യാറുണ്ടോ?
ഗാമയുടെ ലിങ്ക് ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ടീം മെമ്പേഴ്സ്. സോ അത് ഓപ്പൺ ചെയ്താൽ മതി, അത് ത്രൂ ഓപ്പൺ ആക്കാൻ മതി. ഓക്കെ, വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലേ? ഓക്കെ, ജുവേരിയ യെസ് വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്, ബുക്ക് റീഡിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിസാൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. യെസ്, ജൻസബീൽ ഓരോരുത്തർ എന്താക്കിയിട്ടുണ്ടാവും, വർക്കിങ്ങോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസോ ഒക്കെ ആയിട്ടായിരിക്കാം മോർണിംഗ് ചെയ്യുന്നുള്ളത്. മിസ്സുവിന് ഫുൾ വർക്കാണല്ലേ? ശാലന മാം ക്രിക്കറ്റ് കോച്ചിങ്, ലേണിംഗ്, വർക്കിംഗ്. ഓക്കെ, ചാറ്റ് ജി പി ടി ആപ്പിലാണോ കയറാൻ പറ്റാത്തത്? ആപ്പാണ് ഇൻസ്റ്റാൾ ആകാത്തത്? ഓക്കെ, ജസ്റ്റ് വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്താലും മതി, വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് chat.com എന്നുള്ള അല്ലെങ്കിൽ chatgpt.com അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും, ആക്സസ് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാണ്ടായിരിക്കെങ്കിലും, എ റിലേറ്റഡോ സംതിങ് വേറെ എന്തെങ്കിലും പുറത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചെയ്താലോ? അപ്പോൾ നാളത്തെ റെസ്പോൺസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ക്രെഡിറ്റ്സ് എടുക്കാം, സിസ്റ്റംസ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ എന്താക്കും, ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, ടൈമിങ്ങിൻ്റെ അല്ലേ? ഓക്കെ, ടൈമിങ് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ആവുന്നുള്ളത്. അതുകൊണ്ടാണ് ഡിലേ ആയി പോകുന്നുള്ളത്. ഞാൻ നോക്കട്ടെ ഒന്നുകൂടി മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. ഓക്കെ, ഷുവർ ഷുവർ. ഓക്കെ, ഒരു ചെറിയ ഡൗട്ട് ആയിക്കോട്ടെ. ആ ഈ ഇതിലുണ്ടല്ലോ നമ്മളെ പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഇമേജസ് എങ്ങനെയാ അത് ആഡ് ചെയ്യല്? അതിൽ ഏത് ഓപ്ഷനാ? അവിടെ ഓട്ടോമാറ്റിക് സ്റ്റോക്ക് ഫോട്ടോസ് അങ്ങനെ കുറെ ഉണ്ടല്ലോ. അതിൻ്റെ അടിയിലായിട്ട് കണ്ടോ നിങ്ങൾക്ക് ഒരു ഏറ്റവും ഇമേജ് ലാസ്റ്റത്തെ പ്ലേസ് ഹോൾഡർ മുകളിലുള്ള ആണോ? എങ്ങനെ? ഇമേജ് പ്ലേസ് ഹോൾഡർ. യെസ്. അപ്പൊ അതിലേക്ക് എങ്ങനെ ഫോട്ടോസ് ലൈക്ക് അവിടെ ജസ്റ്റ് ഇതായിട്ട് വരില്ലാണോ? പ്ലേസ് ഹോൾഡ്, അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിരിക്കും വരിക. എം ടി സ്പേസ് ആയി വരിക, നമ്മൾ യെസ് ആഡ് ചെയ്യേണ്ടി വരും. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലാണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്തിട്ട് എന്താക്കാം, അവിടെ ഇമേജസ് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇമേജസ് കസ്റ്റം ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ വേറെ ആർക്കെങ്കിലും? സോ ഫുഡ് കഴിച്ച എല്ലാവരും? കഴിച്ചില്ല, എന്താ ഫുൾ ഇമോജിമലാണല്ലോ. ഓക്കെ, സോ എല്ലാവരും പേര് ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാനുണ്ടെങ്കിൽ എന്തായാലും ഡയറക്റ്റ്ലി വന്ന് പരിചയപ്പെടണം. ക്യാമറേൻ്റെ മുന്നിൽ കാണുമ്പോൾ ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പം കാലിക്കറ്റ് ഹൈലൈറ്റിൽ ബിസിനസ് പാർക്കിലൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ടത്. അവിടെയൊക്കെ വരികയാണെങ്കിൽ എന്താക്കാം, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റിലും പിന്നെ മലപ്പുറത്തും കൊച്ചിയിലൊക്കെ ആയിട്ട് വരുന്നുള്ളത്. അപ്പം എവിടെന്നെങ്കിലൊക്കെ കാണാം നമുക്ക് എന്തായാലും കേട്ടോ. ഓക്കെ, സോ എന്തായാലും ഡയറക്റ്റ്ലി വൺ ഡേ ഒരു മീറ്റപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ചൊക്കെ എന്താക്കാം, സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ക്ലിയർ അല്ലേ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ? ഷുവർ, ഇൻഷാല്ലാ. സോ എല്ലാവർക്കും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഇന്നത്തെ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഞാൻ എന്താക്കാം, ബാക്കി കാര്യങ്ങൾ നാളെ ഷെയർ ചെയ്ത് തരുന്നതാവും. അതിൻ്റെ മുന്നായിട്ട് എല്ലാവരും എന്താക്കുക, ഗാമയിൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. മസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും നിർബന്ധമായിട്ടും എന്താക്കണം, ഗാമയിൽ പ്രസൻറ്റേഷൻ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യണം. സോ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ ചെയ്യുന്നതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കണം, ചോദിക്കണം. ആരുടെയും ഡൗട്ട്സ് ഒന്നും ഞാൻ കാണാറില്ല. നിങ്ങൾക്ക് എന്തായാലും ലാസ്റ്റ് ഒരു എക്സാം നടത്തുന്നുണ്ടാവും. സോ എക്സാമിൽ പിന്നെ നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്താക്കും, ലാസ്റ്റ് ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. സോ അന്നപ്പായിരിക്കും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എന്താക്കുക, സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരെ ഫോളോ ചെയ്തൊക്കെ കണ്ടു. അതിൽ ബാക്കിയുള്ളവരുടെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ കണ്ടിട്ടുമില്ല. അപ്പം ബാക്കിയുള്ളവരും എന്താക്കുക, ലിങ്ക് എല്ലാവരുടെയും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ.
ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇനി? നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, സോ അങ്ങനെയാണ് എന്താക്കാം, വൈൻഡപ്പ് ചെയ്യാം. ലിങ്ക്ഡിന് മറ്റു കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഇതിൽ വരുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾ കാണുന്നതൊക്കെ എന്താക്കാം, ഗ്രൂപ്പിലേക്കും എടുത്തിടാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്താക്കാം, നാളെ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത 7 സാധനങ്ങളൊക്കെ ആയിട്ട് വരാം. സോ അതിൻ്റെ മുന്നായിട്ട് ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റ്സും ആൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലെടുത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അയക്കാം. ഓക്കെ, നിങ്ങൾ എന്താക്കിയാൽ ഈ ഗ്രൂപ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, പേഴ്സണൽ അയക്കണ്ട, ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? എന്നാൽ മെല്ലെ എന്താക്കാം, നമുക്ക് നിർത്താം. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. സോ ഗുഡ് നൈറ്റ്, ബൈ. ഗാമയിൽ യെസ് പ്രസൻറ്റേഷൻ ഇടാന്നുള്ളതാണ് നാളത്തെ ടാസ്ക് വരുന്നുള്ളത്. ഓക്കെ, ബൈ. യെസ്, ഗുഡ് നൈറ്റ്. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഗ്രേറ്റ്. വീഡിയോയിലേക്ക് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് വെറുതെ ഒരു ജനറേറ്റ് കൊടുത്തപ്പുറത്തായിട്ട് നിങ്ങൾ എല്ലാ ടൂൾസും എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കണം എന്താക്കേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. ഞാൻ നാളെ ചെയ്യിപ്പിക്കും നിങ്ങളെ ലൈവായിട്ട്, സ്ക്രീൻ ഷെയർ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ ഗ്രൂപ്പ് ചോദിച്ചില്ലെങ്കിലാണ് പ്രശ്നമായത്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ നോക്കുക. ബൈ, ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും.